സുധാകരൻ്റെ പ്രസംഗം എന്തായിരുന്നു? പിണറായിയുടെ നാട്ടിൽ ജനിച്ചു എന്നുള്ളത് എനിക്ക് അപമാനമാണ്. അങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ച ഒരാൾ ആ പിണറായിക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും തീരുമാനം ചെയ്യുമോ? പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, സുധാകരൻ ഒരിക്കലും CPM-ആയിട്ട് കോംപ്രമൈസ് ചെയ്യില്ല, പറ്റത്തില്ല. പിണറായി മൂന്നാമത്തെ തവണ വരാൻ ഒരിക്കലും സുധാകരൻ കാരണമാവില്ല. സുധാകരൻ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിരുന്നതല്ലേ? പിന്നെ ഞാൻ എന്താ എനിക്ക് സത്യം. ഇപ്പോൾ ഉമ്മൻചാണ്ടി നേരെ ചെന്ന് മുല്ലപ്പള്ളിനെ ഫോണിൽ വിളിച്ചു. മുല്ലപ്പള്ളി ഡൽഹിയിലാണ്. മുല്ലപ്പള്ളിനെ വിളിച്ച് മുരളി സംഭവിച്ചു. ഉടനെ മുല്ലപ്പള്ളി സംഭവിച്ചോ മുല്ലപ്പള്ളിക്ക് ഒരു ആവേശമായി. അപ്പോൾ മുല്ലപ്പള്ളിയുടെ ചുറ്റും പത്രക്കാരിരിക്കുകയാണ്. മുല്ലപ്പള്ളിക്ക് ആവേശം വന്നു. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത്. ഇപ്പം ജയിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ അന്ന് BJPക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ റിവെഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. സത്യം ഇതൊക്കെ പൊളിറ്റിക്സാണ്. ഇപ്പോഴും ആ റിവെഞ്ച് ബാക്കിയുണ്ടോ? അതിലെ ചില ഭാഗങ്ങളൊക്കെ ധിക്കാരപരമായിട്ടുള്ള പിണറായിൻ്റെ ഒരു പെരുമാറ്റത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരുപാട് അസംതൃപ്തരുണ്ട്. ഒരു പലരും പറഞ്ഞത്, അപ്പോൾ തൃശ്ശൂരും മത്സരം UDF-ഉം NDA തമ്മിലാണ്. പക്ഷേ UDF ജയിക്കും, അല്ല സഹോദരി തോക്കും. അപ്പോൾ BJP ജയിക്കില്ല. പത്മജയുമായി ഇപ്പോഴും സ്നേഹത്തിൽ തന്നെയാണോ? സ്നേഹം എന്ന് വെച്ചാൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മന്ത്രിയാക്കുക ഇല്ല എന്നുള്ളത് നിങ്ങളുടെ കാര്യം, നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എനിക്ക് ആവശ്യത്തിനുള്ള സഹായം കിട്ടിയേ പറ്റൂ. അതിൽ അല്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരാവശ്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. വട്ടിയൂർക്കാവിൽ ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡെവലപ്മെൻറ്റിന് എത്ര ഫണ്ടില്ലെങ്കിലും ഫണ്ട് തരണം. അത് മേടിച്ചെടുക്കും. ഈ വെക്കേഷൻ കാലം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുക, അതായിരുന്നു ഏറ്റവും വലിയ ആവേശം. അല്ലാതെ മറ്റേ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ പോക്ക് അങ്ങനെയൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കൂടെ യാത്ര പോവുക. അച്ഛൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അത് കണ്ടു അതിനോടൊരു ആകർഷണത്വം തോന്നി. അമ്മ ഒരു രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടില്ല, എന്നാൽ വീട്ടുകാര്യത്തിൽ അച്ഛനും ഇടപെടില്ല. അങ്ങനെയായിരുന്നു അസീസ്. പക്ഷെ അമ്മയെ പോയി കണ്ടാൽ സീറ്റ് കിട്ടുമായിരുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയുന്നത്. അമ്മ അങ്ങനെ ആർക്ക് വേണ്ടിയിട്ടും പറയും. ഇപ്പോൾ അവിടെ പലർക്കും ധാരണയുണ്ട് എൻ്റെ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചു. അതൊക്കെ നുണയാണത്. ഞാനൊക്കെ ജനിക്കുന്ന കാലത്ത് വീട്ടിലെ സ്ഥിതി പോലും അത്ര മെച്ചമായിരുന്നില്ല. INTC തൊഴിലാളികളാണ് അവരുടെ ഒരു മാസത്തെ ശമ്പളം അച്ഛനും കൊടുത്തിരുന്നത്. നമസ്കാരം. മറുനാടിൻ്റെ മറ്റൊരു ഇലക്ഷൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ ശ്രീ K. മുരളീധരനാണ്. നമസ്കാരം. നമസ്കാരം. ഈ ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, വട്ടിയൂർക്കാവിലേക്ക് ഒരു മടങ്ങിവരവാണ്. അതെ, സത്യത്തിൽ ഇത് ആഗ്രഹിച്ചിരുന്നായിരുന്നോ വട്ടിയൂർക്കാവിലേക്ക് ഒരു മടങ്ങിവരവ്? ഞാൻ പോകുമ്പോൾ തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണെന്ന് പോയത്, വടകരയ്ക്ക് പോയത്. ഇതിൽ പോകാനുണ്ടായൊരു കാരണം എന്ന് പറയുന്നത്, ഈ P. ജയരാജൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി പറഞ്ഞ പേരുകൾ പലതും പ്രാദേശികമായിട്ട് വളരെ ഒബ്ജക്ഷൻ വന്നു. അതായത് ഇവരാരും ജയരാജനോട് പറ്റിയവരല്ല എന്നൊരു ഇത് വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാധനം പാറയ്ക്കൽ അബ്ദുള്ള, ഞാൻ NK പ്രേമേന്ദ്രൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനത്തിന് പോവാണ് ട്രെയിനിൽ. അപ്പോഴാണ് പാറയ്ക്കൽ അബ്ദുള്ള MLA വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ, അതുപോലെ തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വളരെ സിറ്റുവേഷൻ വളരെ ഇതാണ്, അങ്ങ് മത്സരിക്കണം, മത്സരിക്കുകയാണെങ്കിൽ 101% ജയിച്ചിരിക്കും. ഞാൻ ജയിക്കുന്നതിൻ്റെ അല്ല, അന്ന് ഞാൻ ഇപ്പോൾ അസംബ്ലിയിലെ അംഗമാണ്, ഇവിടുത്തെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാർലമെൻറ്റിൽ മത്സരിക്കാനുള്ള ഒരു എനിക്ക് മാനസികാവസ്ഥയില്ല. പക്ഷേ ഞാൻ അതുകൊണ്ട് എന്നെ ദയവായിട്ട് ഒഴിവാക്കണം. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അപ്പോൾ ഞാൻ പ്രേമേന്ദ്രനോട് പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തിൻ്റെ ശശി തരൂരിൻ്റെ അതിൽ ഇടയ്ക്കൊന്ന് ഞാൻ കൊല്ലത്തേക്കും വരാം എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് മടങ്ങി എത്തിയപ്പോഴാണ് KK രമയുടെ ഒരു ഫോൺ വന്നു. എങ്ങനെയെങ്കിലും അവിടെ നിൽക്കണം, ജയരാജനെ തോൽപ്പിക്കണം, അങ്ങ് വന്നാലേ നടക്കൂ. ഞാനൊന്നും പറഞ്ഞില്ല, ഞാനിങ്ങനെ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പിറ്റേന്ന് ശശി തരൂരിൻ്റെ കൺവെൻഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്ക് പങ്കെടുത്തിട്ട് നേരെ കൺവെൻഷൻ എത്തിയപ്പോഴേക്കും ഉമ്മൻചാണ്ടിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തായി വടകര സെറ്റിൽ ചെയ്ത ആൾ സെറ്റിൽ ചെയ്യാൻ കഴിയുന്നില്ല, ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു ഉമ്മൻചാണ്ടി ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ എന്നെ പലരും ഇന്നലെ വിളിച്ചിരുന്നു, പക്ഷേ എനിക്കങ്ങനെ താല്പര്യമില്ല, എന്നാലും ഇപ്പോൾ ഒരു നല്ലൊരാളെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കമാൻഡിൽ നിന്ന് ഇങ്ങനെ സമ്മർദ്ദമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും നിങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിക്കുന്നു. ഓ അങ്ങനെ
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രമേശ് ചെന്നിത്തലയുടെ ഫോൺ വന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ മുരളി തന്നെ മത്സരിക്കണം, അതാണ് നല്ലത്. കാരണം മറ്റൊരാൾ ആരും വരാൻ ഏൽക്കുന്നില്ല, ഒരുപാട് പേരിങ്ങനെ സംശയങ്ങൾ പറയുന്നു, കേട്ട പേരൊന്നും ശരിയാവുന്നില്ല. അങ്ങനെയാണ് സ്ഥാനാർത്ഥി വന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടി നേരെ ചെന്ന് മുല്ലപ്പള്ളീനെ ഫോണിൽ വിളിച്ചു. മുല്ലപ്പള്ളി ഡൽഹിയിലാണ്. മുല്ലപ്പള്ളിനെ വിളിച്ച് മുരളി സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മുല്ലപ്പള്ളി സംഭവിച്ചു. മുല്ലപ്പള്ളിക്ക് ഒരു ആവേശമായി. അപ്പോൾ മുല്ലപ്പള്ളിയുടെ ചുറ്റും പത്രക്കാരിയ്ക്കുകയായിരുന്നു. മുല്ലപ്പള്ളിക്ക് ആവേശം വന്നു. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത്. പക്ഷേ സ്ഥാനാർത്ഥിയൊക്കെ ഇപ്പോൾ ഭയങ്കര ചാനലിലൊക്കെ വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വടകര ചെന്നിറക്കുമ്പോൾ ഗംഭീര ആൾക്കൂട്ടം. ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞ് തിരിച്ച് വന്നു, വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. പക്ഷേ അതോടുകൂടെ ജയിച്ചു, ഇനി MLA സ്ഥാനം ഒഴിയണം എന്നുള്ളൊരു ഘട്ടം വന്നതോടെ ഈ ആവേശമൊക്കെ പോയി. കാരണം ഇവിടെ ആകുമ്പോൾ ഒരു ചിട്ടയായിട്ടുള്ള ലൈഫായിരുന്നു. തിരുവനന്തപുരത്തുള്ള വീട് ഇവിടെയാണ്, ഒരു വോട്ട് ഇവിടെയാണ്. കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ MLA സർക്കാർ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ MLA ക്വാർട്ടേഴ്സിൽ വരും, വിസിറ്റേഴ്സിനെ മുഴുവൻ കാണും. വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്ത് പിന്നെ ബാക്കി പരിപാടികൾ. അപ്പം അങ്ങനെ ഒരു ഫുള്ളായിട്ട് കോൺഷ്യൻസിയിൽ സ്ഥിരമായിട്ട് അങ്ങ് ഇരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, അന്നത്തെ പല മീറ്റിങ്ങുകളിലും ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഗവൺമെൻറ് മാറിയല്ലോ, അത് UDF LDF ഒന്നല്ല. അപ്പം ഞാൻ പറഞ്ഞു, പല ചടങ്ങുകളുടെ ഉദ്ഘാടകർ മാറി, ആശംസാ പ്രാസംഗികർ മാറി, പക്ഷെ മാറാത്തത് അധ്യക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഏത് നേരത്തെ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പണ്ട് പറഞ്ഞില്ല, നാക്കിൽ ഗുളികളുള്ള നേരം എന്ന് പറയാറുണ്ട് പഴയ ആൾക്കാർ. ഏതായാലും അങ്ങനെ ഒരു കാര്യം വന്നു. അപ്പോൾ വളരെ പ്രയാസമായി, കാരണം ആ ഒരു റൊട്ടീൻ അങ്ങ് മാറുകയാണല്ലോ. പിന്നെ അങ്ങനെ പോണ്ടി വന്നപ്പോഴും അപ്പോഴും എനിക്ക് അത് 1-2 ചാനലിൽ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സ് തിരുവനന്തപുരത്താണ്. ആഴ്ചയിൽ 2 ദിവസം വരും. ഈ MLA ഇരുന്നപ്പോൾ ഉള്ള പോലെ തന്നെ കഴിയുന്ന എല്ലാ മരണ വീട്ടിലും ഞാൻ ഓടിയെത്താൻ ശ്രമിക്കാറുണ്ടായത്. MP ആയിരുന്നപ്പോൾ ഞാൻ ആഴ്ചയിൽ 2 ദിവസം വന്ന് ഇവിടെ വരും. ഇവിടെ വന്ന് എല്ലായിടത്തും കവർ ചെയ്ത് തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിട്ടയായി. അപ്പോൾ വടകര ചെല്ലുമ്പോഴും ഞാൻ പറഞ്ഞു, ഇത് നമുക്കത് അധികം ഒരു താല്പര്യമില്ല, എനിക്ക് താല്പര്യം ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരം തന്നെയാണ്. അപ്പോഴാണ് ഇപ്പോൾ അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു, പാർലമെൻറ്റ് സമ്മേളനം അങ്ങനെയൊക്കെ ആയിട്ട് പോയി. ആദ്യത്തെ ഒരു വർഷത്തിൻ്റെ പ്രത്യേകത എന്തായാലും ഒറ്റ ദിവസം പോലും മുടങ്ങിയിട്ടില്ല, അറ്റൻഡൻസ് ബ്രേക്ക് വരാതെ ഒരു വർഷം പോയി. പിന്നീടാണ് കോവിഡ് വന്ന, അപ്പോഴാണ് കുറച്ച് ഇത്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ നിയമം, ഈ അസംബ്ലി വന്നല്ലോ 2021. അപ്പോൾ ഈ ഞാൻ 2016 രണ്ടാമത് MLA ആയിട്ട് വന്ന്, പിണറായി മുഖ്യമന്ത്രി, രാജഗോപാൽ ആദ്യമായിട്ട് വന്നല്ലോ നിയമസഭയിലേക്ക്. അപ്പോൾ സ്ഥിരം മുഖ്യമന്ത്രിയുടെ ഒരു കമൻ്റാണ്, എങ്ങനെയാണ് ഈ ബഹുമാനപ്പെട്ട അംഗം, അതായത് രാജഗോപാലിനെ ചൂണ്ടിക്കാണിച്ച്, എങ്ങനെയാണ് ഇത് ഇവിടെ വന്നത്, നിങ്ങളുടെ വോട്ട് എവിടെ പോയി, നിങ്ങൾക്ക് കഴിഞ്ഞാണ് 20,000 കിട്ടി, എങ്ങനെ 13,000 ഇത്രയൊന്നും കോൺഗ്രസ്സുകാരില്ലേ നിയമത്ത്, അധിക്ഷേപിച്ച്. നമ്മളൊന്നും പറയാറില്ല, എന്നാലും പല അധിക്ഷേപങ്ങളും അതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്നു. അപ്പോൾ ഈ 2021 വന്നപ്പോൾ പാർട്ടിയിൽ മുന്നണിയിലും ഒരു വലിയൊരു ചർച്ച വന്നു. ഇങ്ങനെ ഇത് സീരിയസ് ആയിട്ട് എടുക്കണം ഈ നിയമം സീറ്റ്, കാരണം ഇത് നിയമത്തിൽ മാത്രം ഒതുങ്ങില്ല, കേരളം മുഴുവൻ ഇതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു. അപ്പോഴേക്കും പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ ചില ആൾക്കാർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തെങ്ങിൻ്റെ മേലെ കയറി, അങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ടായി. അപ്പോഴും ഉമ്മൻചാണ്ടി തന്നെയാണ് പറഞ്ഞത്, ഏതായാലും മുരളിക്ക് ഒരു സ്ഥാനമുണ്ടല്ലോ, ഇനി ഇവിടെ മത്സരിച്ച് നെഗറ്റീവ് റിസൾട്ട് വന്നാൽ പോലും ഈ MP സ്ഥാനം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ സമ്മതിച്ചു. പക്ഷേ ഇലക്ഷൻ വന്നു നന്നായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടുത്തെ അവസ്ഥ, അതിന് മുമ്പത്തെ തവണ 13,000 വോട്ടാണ് കിട്ടിയത്. പിന്നെ ഒരു ഫൈറ്റ് നടത്തി റിസൾട്ടിൽ 36,000 വോട്ട് കിട്ടി. അതിലിപ്പോൾ ആ വോട്ട് കിട്ടി ഞാൻ 3-ാം സ്ഥാനത്തായെങ്കിലും 1-ാം സ്ഥാനത്തുള്ള ശിവൻകുട്ടി ഞാനുമായിട്ട് 19,000 വോട്ടിൻ്റെ ഡിഫറൻസ്. അന്ന് പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും 26,000 30,000 വോട്ടിലൊക്കെയാണ് LDF ജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും 19,000 ഉള്ളൂ. പക്ഷേ മൈനോറിറ്റി വോട്ടുകൾ അവസാനം ശിവൻകുട്ടിക്ക് പോയി. അതായത് അന്ന് LDF നടത്തിയ പ്രചരണം, ശശി തരൂർ അന്ന് 1,00,000 വോട്ടിനാണല്ലോ ജയിച്ചത് 2019.
ശശി തരൂർ പോലും 1 ലക്ഷത്തിന് ജയിച്ചപ്പോൾ ഏതാണ്ട് 10-15 വോട്ടിന് പുറകിൽ പോയൊരു നിയോജകമണ്ഡലമാണ് നേമം. അവിടെ എങ്ങനെയാണ് മുരളീധരന് ജയിക്കാൻ കഴിയുക? ഈ പ്രചരണത്തിൽ മൈനോറിറ്റി വോട്ട്, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന മൈനോറിറ്റി വോട്ടുകൾ നഷ്ടപ്പെട്ടു. എന്നാൽ ഭൂരിപക്ഷ വോട്ടുകളിൽ കുറേ ഭാഗം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയ വോട്ടുകൾ തിരിച്ചു വന്നു. അങ്ങനെയാണ് ശിവൻകുട്ടി ജയിക്കുന്നത്. BJPയെ ഫലപ്രദമായി തടയാൻ പറ്റുമെന്നൊരു തോന്നലുണ്ടാക്കാൻ പറ്റി. അത് പറ്റി. അങ്ങനെ അതായത് അഡ്ജസ്റ്റ്മെൻ്റാണ് BJP UDF എന്നുള്ളത്, അത് പൊളിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഗുണം കിട്ടിയ LDFനാണ്. അപ്പോൾ BJPക്ക് അവിടെ പരാജയം ഉണ്ടായപ്പോൾ അവർക്കൊരു റിവെഞ്ച് പോലെ വന്നു. സത്യത്തിൽ ഈ അക്കൗണ്ട് പൂട്ടുക തുറക്കുക എന്നുള്ളതിൽ അർത്ഥമില്ല. നമ്മൾ മത്സരിക്കുന്നത് ജയിക്കാനാണ്. ഇപ്പം ജയിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ അന്ന് BJPക്ക് ഉണ്ടായിരുന്ന ഏക സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ റിവെഞ്ചിൻ്റെ ആവശ്യമൊന്നുമില്ല. സത്യം ഇതൊക്കെ പൊളിറ്റിക്സാണ്. ഇപ്പോഴും ആ റിവെഞ്ച് ബാക്കിയുണ്ടോ? അതിന് ചില ഭാഗങ്ങളിലൊക്കെ ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് റിവെഞ്ചിൻ്റെ. അത് മാത്രമല്ല തൃശ്ശൂരും പോയി മത്സരിച്ചു. തൃശ്ശൂർ പോകാൻ കാരണം സിസ്റ്റർ ആ നേരത്ത് പോയല്ലോ. സിസ്റ്റർ പോയപ്പോൾ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി തൃശ്ശൂരുള്ള കോൺഗ്രസ്സുകാർക്ക്. കാരണം ഒരു വല്ലാത്തൊരു ഒഴുക്കുണ്ടാവും എന്നുള്ള ഭയം ഉണ്ടായി. അപ്പോഴാണ് പാർട്ടി അങ്ങോട്ട് പോകാൻ പറ്റുക. അല്ലെങ്കിൽ ഞാൻ വടകര എന്നാൽ സുകാര്യ ജയിക്കുകയായിരുന്നു. അത് നന്നായില്ല. അതുകൊണ്ട് നിയമസഭയിൽ മത്സരിക്കാൻ അപ്പോൾ ഇപ്പോൾ നിയമസഭയിലത്തെ ഇലക്ഷൻ വന്നപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ എല്ലാ ദിവസവും പത്രത്തിലുണ്ട്, പാലക്കാട് മത്സരിക്കും, ഗുരുവായൂർ മത്സരിക്കും, എല്ലാ സീറ്റിലും പേരുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 കാര്യം പറഞ്ഞു പാർട്ടിയോട്. മത്സരിക്കുകയാണെങ്കിൽ വട്ടിയൂർക്കാവ്, കാരണം അതെൻ്റെ ഒരു കുടുംബം പോലെയാണ്. അതിൻ്റെ എന്ത് റിസൾട്ട് വന്നാലും എനിക്കൊരു പ്രശ്നമില്ല. കാരണം ആ കുടുംബമാണ്, ഈ മണ്ണ എന്നെ ചതിക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ തന്നെ മത്സരിക്കാം. രണ്ടാമത്തത്, എനിക്ക് വേറെ എവിടേക്കുമില്ല. ഇനി ഒരു ലോക്സഭയിലേക്ക് ഇനി ഒന്നുമില്ല. ഇനി മത്സരം വട്ടിയൂർക്കാവിൽ മാത്രമേ ഉള്ളൂ. അതാണ് വട്ടിയൂർക്കാവുകാർ ചോദിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടു, അവിടെ നിട്ടിട്ട് പോയി, വീണ്ടും വന്നാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇത്രയും ആ വിട്ടുപോയ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു തരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് സാധിച്ച സന്തോഷം എനിക്കുണ്ട്. പക്ഷേ എന്നെ വിമർശിക്കുന്ന LDFകാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് പ്രശാന്ത് മേയറായിരുന്നല്ലോ, അദ്ദേഹം അസംബ്ലിയിൽ ജയിച്ചു, മേയർ സ്ഥാനം രാജിവെച്ച് കൗൺസിലർ സ്ഥാനം രാജിവെക്കണമല്ലോ ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്. അത് രാജിവെച്ചപ്പോഴല്ലേ കഴിഞ്ഞ കോവിഡ് കാലത്ത് അവിടെ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നില്ലായിരുന്നു. ഞാൻ രാജിവെച്ച ഉടനെ ബൈ ഇലക്ഷൻ വന്നു, പ്രശാന്ത് ജയിച്ചു. അപ്പോൾ ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഒരു കാര്യത്തിനും ഡിസ്റ്റർബൻസ് വന്നിട്ടില്ല. മാത്രമല്ല പുതിയ MLA വരുന്നവരെ ഞാൻ തന്നെ ഇവിടെ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ കോവിഡ് കാലത്ത് കഴക്കൂട്ടത്തൊരു കൗൺസിലർ ഉണ്ടായിരുന്നില്ല. പിന്നെ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നതല്ലേ. ഇവരുടെ തന്നെ എത്രയോ ആളുകൾ, ഞാൻ പറയാം, എൻ്റെ കൂടെ ആയിരുന്നല്ലോ ആരിഫ് ഉണ്ടായിരുന്നേ. ഇടതുപക്ഷത്തിൻ്റെ 6 പേര് മത്സരിച്ച് ഒരാളെ ജയിച്ചുള്ളൂ. UDFൻ്റെ ഞാൻ, പ്രകാശ്, IB, ഞങ്ങൾ 3 പേരും ജയിച്ചു. അപ്പം പിന്നെ ഞാൻ തൃശ്ശൂർ പരാജയപ്പെട്ടതിന് ശേഷം ഞാൻ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു ഇനി വേറെ എവിടേക്കും ഇല്ല, ഞാൻ ഈ പാർലമെൻറ്റ് മത്സരത്തിനൊന്നുമില്ല. ഞാൻ ഒന്നാമത് മത്സരിക്കാനുള്ള മൂഡ് പോയി. ഞാൻ തൃശ്ശൂരും ഒക്കെ ആയപ്പോൾ തന്നെ മൂഡ് പോയി. ഞാൻ പറഞ്ഞു ഇനി തൽക്കാലം വരട്ടെ, ഇനി അടുത്ത ഇലക്ഷൻ പാർലമെൻറ്റ് വല്ലതും നോക്കാം, അസംബ്ലിയിൽ ഇനി കടന്ന് ഇവരുടെ പുതിയ ആൾക്കാരെ കൊണ്ട് ഇടിക്കാനൊന്നുമില്ല എന്ന് അപ്പോഴാണ് പാർട്ടി നേതൃത്വം അതെല്ലാം മത്സരിക്കാതെ മാറി നിൽക്കണ്ട. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് വട്ടിയൂർക്കാവ് മതി. അല്ല, അപ്പോഴും റിസ്ക് ഇല്ലേ? വട്ടിയൂർക്കാവ് 3-ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്. 2019 അങ്ങ് ഇവിടെ നിന്ന് പോകുന്ന സിറ്റുവേഷൻ അല്ല ഇപ്പോൾ. അല്ല ഈ 3-ാം സ്ഥാനത്തൊന്ന് വേണം കയറി വരാൻ. അതെ, അത് മാത്രമല്ല പ്രശാന്തിൻ്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം 20,000-ന് മുകളിലാണ്. അതുണ്ട്. പക്ഷേ അതിൻ്റെ മുഖ്യ കാരണം അന്ന് വീണാസ് നായരൊരു പെട്ടെന്ന് വന്നൊരു സ്ഥാനാർത്ഥി, അറിയപ്പെടുന്ന ആളുമല്ല, അങ്ങനെ അറിയപ്പെടുന്ന ആളല്ല. ഇന്നാണെങ്കിൽ അവർ നല്ല അറിയപ്പെടുന്ന ആളാണ്. പക്ഷെ അന്ന് ആർക്കും അങ്ങനെ അറിയില്ല. അപ്പം അതേ സമയത്ത് വി രാജേഷ് വന്നപ്പോൾ, വി രാജേഷോടെ 2011 അന്ന് ഞാൻ മത്സരിച്ചപ്പോൾ ഇവിടെ മത്സരിച്ച 3-ാം സ്ഥാനത്തെത്തി. അന്നും 13,000 വോട്ടേന്ന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അന്ന് പിന്നെ സാഹചര്യം മാറിയല്ലോ. ആ 13,000 കുമ്മനം വന്നപ്പോൾ 43,000 ആയത്. സെയിം രാജഗോപാൽ മത്സരിച്ചപ്പോൾ 43,000 ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു പ്രചാരണം ഉണ്ടായി, UDFൻ്റെ സ്ഥാനാർത്ഥി ദുർബലനാണ്, മത്സരം BJPയും LDFും തമ്മിലാണ്. അങ്ങനെ വന്നപ്പോൾ മൈനോറിറ്റി വോട്ടുകൾ പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ചെയ്തു LDFിലേക്ക്. പക്ഷേ ഇന്നത്തെ ഒരവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഫീൽഡിൽ ഇത്രയും പ്രവർത്തിച്ചിടത്തോളം
ആ നഷ്ടപ്പെട്ട പല വോട്ട് ബാങ്കുകൾ ഇന്ന് തിരിച്ചു വരുന്നുണ്ട്. ഈ മൈനോറിറ്റി വോട്ട് എന്ന് പറയുമ്പോഴേ ക്രിസ്ത്യൻ വോട്ടാണോ ഉദ്ദേശിക്കുന്നത്? ക്രിസ്ത്യൻ വോട്ടും ഉണ്ട്, മുസ്ലിം വോട്ട്. പക്ഷേ ഉണ്ടോ? മുസ്ലിം വോട്ട് ഒരു 12,000 വോട്ട്, 12,000 വോട്ട്. അത് അന്ന് എൻബ്ലോക്കായിട്ട് അങ്ങ് പോയി. അതെ, ഞാൻ നിന്നപ്പോൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു, കംപ്ലീറ്റ് ഇടതുപക്ഷത്തിൻ്റെ കൂടെ ഞാൻ നിന്നപ്പോൾ എൻ്റെ കൂടെയായിരുന്നു. ആയിരുന്നു. അപ്പോൾ ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകളും നല്ല ഒരു ഏകീകരണം ഉണ്ടായിട്ടുണ്ട്, പ്രോ UDF. അത് വട്ടിയൂർക്കാവിൽ നന്നായിട്ട് പ്രകടമാണ്. അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളും ഇപ്പോൾ ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിലും ആ വോട്ടുകൾ UDFിലേക്ക് തിരിച്ചു വരും. മുസ്ലിം വോട്ട് പൂർണ്ണമായും ഇക്കുറി UDFിനാണ്. UDF അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവരുടെ കാപട്യം അവർ തിരിച്ചു പറഞ്ഞു. അതുകൊണ്ട് ആ വോട്ട് പൂർണ്ണമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകളും നല്ലൊരു പ്രോ UDF ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. ഈ ക്രിസ്ത്യൻ വോട്ടിലെ അവിടെ CSI ആണോ ഏറ്റവും? അവിടെ എല്ലാ വിഭാഗവും ഉണ്ട്. അവിടെ മലങ്കര കത്തോലിക്ക സഭയുണ്ട്, ലാറ്റിൻ വോട്ടുണ്ട്, ഓർത്തഡോക്സ് വോട്ടുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, ലാറ്റിൻ വോട്ടുണ്ട്, എല്ലാ വിഭാഗത്തിൽ. പിന്നെ മാർത്തോമയ്ക്ക് വോട്ടുണ്ട്. ശരി. പിന്നെ പെന്തക്കോസ്റ്റ് വിഭാഗമുണ്ട്. അവരും CSI ആയിരിക്കും കൂടുതൽ അല്ലേ? പറയാൻ പറ്റത്തില്ല. നാടാർ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അതിൽ കൂടുതൽ CSI ആണ്. പിന്നെ മലങ്കര സഭയ്ക്ക് കൂടുതൽ വോട്ടുകളാണ്. അവരുടെ ആസ്ഥാനമുള്ള പട്ടതിനകത്താണ്. സെൻട്രലിനകത്തല്ല, അവരുടെ വോട്ട് മഹാഭൂരിപക്ഷം വട്ടിയൂർക്കാവില്ല. അപ്പൊ പിന്നെ ലൂർദ് പള്ളിയുടെ, അതായത് ചങ്ങനാശ്ശേരി രൂപതയുടെ ഒരു ഭാഗമുണ്ട് ഇവിടെ, ഞങ്ങളുടെ പള്ളിയൊക്കെ. അതെ, ഈ പേരുക്കടയാണ് ഞങ്ങളുടെ ലൂർദ് ഹിൽ എന്ന് പറയുന്നത്. ലൂർദ് പള്ളി വരുവാ? ലൂർദ് പള്ളി അങ്ങോട്ടല്ലേ? ഏത്? നമ്മുടെ അല്ല, ലൂർദ് പള്ളി എല്ലാം വട്ടിയൂർക്കാവില്ല. ആണോ? അതെ, വട്ടിയൂർക്കാവ് പേരേ ഉള്ളൂ. തിരുവനന്തപുരമാണ്. അതെന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ മുമ്പ് ഒരു സ്വാതന്ത്ര്യ സമരം നടന്നല്ലോ വട്ടിയൂർക്കാവില്, വട്ടിയൂർക്കാവ് സമ്മേളനം. അതെ, അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതാക്കിയത്. അങ്ങനെയാക്കിയത്. ശരിക്കും തിരുവനന്തപുരമാണ്. ശരിക്കും ഹാർട്ട് ഓഫ് ദ സിറ്റി. 1-2 ഇട്ടാൽ മതിയായിരുന്നു. 1-2 ഇട്ടാൽ മതി. ശരി പണ്ട് അങ്ങനെയായിരുന്നില്ല. തിരുവനന്തപുരം അല്ല, അതിന് മുമ്പ് തിരുവനന്തപുരം 1-2. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കണത്, ഇപ്പം ഈ ഒരു ഭൂരിപക്ഷം മറ്റേ ഹിന്ദു സമുദായത്തിന്റെ വോട്ടോ അതിൽ നല്ലൊരു വിഭാഗം തിരിച്ചു വരും. അല്ല, പക്ഷേ അപ്പോൾ ഈ നിയമത്ത് മത്സരിച്ചൊരു വാശി RSSന് കാണുമല്ലോ. RSSന്റെ കുറച്ചൊരു വാശിയുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തകർ എന്തുമാത്രം അത് CPMന് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല. ഒന്ന്, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജയകൃഷ്ണൻ മാഷ് വെട്ടിക്കൊന്ന പാർട്ടിയല്ലേ മാർക്സിസ്റ്റ് പാർട്ടി. ശബരിമല കൊള്ളയടിച്ച പാർട്ടിയല്ലേ. അപ്പോൾ LDFന് വോട്ട് ചെയ്യുമ്പോൾ പിണറായിക്കാണ് വോട്ട് ചെയ്യുന്നത്. പിണറായിയുടെ ധിക്കാരെല്ലാവർക്കും. ഈ കഴിഞ്ഞ ദിവസം തന്നെ G. സുധാകരനെ ചെറ്റാന്ന് വിളിച്ചു. ഇന്നലെ LDFന്റെ കൺവെൻഷനിൽ ചോദ്യം ചോദിക്കാൻ നിന്നവനെ വീട്ടിൽ പോയി പറയാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു പിണറായിയെ 3-ാം തവണ കൊണ്ടുവരാനൊരിക്കലും ഒരു പാർട്ടിയും തയ്യാറാവില്ല. അതാണ് ഞാൻ UDFന്റെ ഇപ്പോൾ ഈ ഒരു അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടായല്ലോ. ഇപ്പോൾ സുധാകരൻ മത്സരിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ ഇതിനെ ബാധിക്കത്തില്ല UDF? ഇല്ല, ഇതിപ്പോൾ കാരണം ഒരു ഭരണവിരുദ്ധ വികാരമുള്ളതുകൊണ്ട് അത് പെട്ടെന്ന് സെറ്റിൽ ചെയ്യുകയും ചെയ്തല്ലോ. ഞാൻ പറയാം, ഈ സുധാകരൻ്റെ ഒരു അവസാനത്തെ ഒരു പ്രസ്താവന നല്ലൊരു മൈലേജ് കിട്ടി അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നത്. അതായത് പാർട്ടി എത്രയോ വലുതാണ്, ഞാൻ എത്രയോ ചെറുതാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന അദ്ദേഹത്തിനുള്ള ഒരു അമർഷങ്ങ് തീർന്നു. അതാണ് ശരിയെന്ന് പറഞ്ഞല്ലോ. പിന്നെ നാട്ടിൽ തിരിച്ചെത്തി അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വഴക്കുകളൊന്നും ബാധിക്കില്ല. സുധാകരൻ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നതല്ലേ? പിന്നെ എനിക്ക് സത്യത എന്തായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം MP-മാർ അസംബ്ലിയിലേക്ക് മത്സരിക്കേണ്ടതെന്നായിരുന്നു. തീർച്ചയായും. അത് മറ്റൊന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ പറയാം, ഞാനിപ്പോൾ MLA ആയിട്ടിരിക്കുമ്പോൾ MP ആയല്ലോ. ആകെ വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിൽ മാത്രമേ ബൈ ഇലക്ഷൻ വരുന്നുള്ളൂ. നേരെ മറിച്ച് MP അസംബ്ലിയിലേക്ക് പോയാൽ 7 അസംബ്ലിയിൽ ബൈ ഇലക്ഷൻ വരും. അതുകൊണ്ട് ഹൈക്കമാൻഡ് സാധ്യത പ്രോത്സാഹിപ്പിക്കുകയില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡ് ടോട്ടലായിട്ട് എടുത്തിട്ടുള്ള നിർദ്ദേശം വേണ്ടാന്നായിരുന്നു. പക്ഷേ സുധാകരൻ എന്താണ് അങ്ങനെ വാക്കുപോലും കൊടുത്തതെന്ന് എനിക്കറിയില്ല, ഇപ്പോഴും എനിക്കറിയില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് ഒരു ക്ഷോഭം ഉണ്ടായത്. പക്ഷേ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ ക്ഷോഭം അടക്കി. എന്തൊക്കെ വാർത്തകളായിരുന്നു, സുധാകരൻ പാർട്ടി വിട്ടുപോകുന്നു, സ്വതന്ത്രനാവുന്നു, 29 സ്വതന്ത്രന്മാർ മത്സരം. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായിരുന്നു, സുധാകരൻ ഒരിക്കലും CPMുമായിട്ട് കോംപ്രമൈസ് ചെയ്യില്ല, പറ്റത്തില്ല. ഒരു പിണറായി 3-ാമത്തെ തവണ വരാൻ ഒരിക്കലും സുധാകരൻ കാരണമാവില്ല. എനിക്കറിയാം, ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയത് 92-ലാണ്.
അന്ന് എനിക്ക് ചാർജുള്ള ജില്ല കണ്ണൂർ ജില്ലയായിരുന്നു. അന്ന് സുധാകരനാണ് DCC പ്രസിഡൻറ്റ്. അന്ന് എനിക്കറിയാം അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ CPMകാരുടെ ഒരു ഗുണ്ടായിസായിരുന്നു. അന്ന് സത്യത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് സുധാകരനെ കൈവയ്ക്കാതിരുന്നത്. ബാക്കി എത്രയോ പ്രവർത്തകർ, ഞാൻ പോയി ചിലപ്പോൾ സുധാകരൻ്റെ കൂടെ കാണുന്ന ചില ആൾക്കാർ പിന്നെ ചില പത്രത്തിൽ വായിക്കുക ആളെ കൊന്നു. അത്രയും റിസ്ക് സുധാകരനെതിരെയും അതെ അദ്ദേഹം പറഞ്ഞു സുധാകരനെതിരായിട്ട് ഒരുപാട് ആക്രമണങ്ങളുണ്ടായി. കാറിന് നേരെ എടുത്ത് ഗൺമാനെ കൊല്ലാൻ നോക്കി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സുധാകരൻ ഒരിക്കലും മാർക്സിസ്റ്റ് പാർട്ടി അധികം കോംപ്രമൈസ് ചെയ്യില്ല. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും സുധാകരൻ പാർട്ടി വിടുന്നു എന്നൊരു തോന്നലേക്ക് വന്നായിരുന്നല്ലോ. അന്ന് ഞാൻ നാളത്തേക്ക് ഒരു വീഡിയോ ഒക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇതായിരുന്നോ നിങ്ങളുടെ CPM വിരുദ്ധ? അതെ 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 ഞാൻ ആദ്യത്തെ ഞാൻ കണ്ടു. ഞാനത് ഞെട്ടിപ്പോയിരുന്നു. അതെ അതെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അപ്പോൾ പത്രക്കാരനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു കോൺഫിഡൻസോടുകൂടി സുധാകരൻ പാർട്ടി വിടില്ല, നിങ്ങൾ പറയുന്ന പോലെയല്ല, അദ്ദേഹം പാർട്ടി വിടില്ല. കാരണം അദ്ദേഹത്തിന് CPMുമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് CPMന് എന്തെങ്കിലും ഗുണം കിട്ടുന്നത് ഒരിക്കലും അദ്ദേഹം സമ്മതിക്കില്ല. ഇത്രയും കാലം ഫൈറ്റ് പിന്നെ എത്രയും കാലം ജീവിതം മുഴുവൻ ഫൈറ്റ് ചെയ്ത ആളല്ലേ. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് അഭിമുഖം കൊടുത്തപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കതിൽ വലിയ ബഹുമാനം തോന്നിയതാണ്. ഈ വഴിയിലൊക്കെ വെച്ച് ഇപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വെച്ച് പിണറായി ഇടയ്ക്ക് കാണാറുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്യാറില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒരിക്കൽ മറ്റേ VD സതീശൻ്റെ ഒരു ഇഫ്താർ പാർട്ടി ഉണ്ടായിരുന്നു. ഇഫ്താർ പാർട്ടിക്ക് പിണറായി വന്നിരുന്നു. അപ്പോൾ സുധാകരൻ തീരുമാനിച്ചാൽ പിണറായി പോയിന്ന് മെസ്സേജ് കിട്ടിയിട്ടേ KPCC ഇറങ്ങി. ഞാനുണ്ടായിരുന്നു. അതെ, എനിക്കറിയാം. എന്നോട് പറഞ്ഞിട്ടുണ്ട് പിണറായിയോട് മിണ്ടാൻ പോലും താല്പര്യമില്ല. അല്ല, ഞാൻ ഒരു പത്രക്കാരോട് ഞാനൊരു കാര്യം പറഞ്ഞു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത യോഗത്തിൽ എന്തായിരുന്നു സുധാകരൻ്റെ പ്രസംഗം എന്തായിരുന്നു? പിണറായിയുടെ നാട്ടിൽ ജനിച്ചു എന്നുള്ളത് എനിക്ക് അപമാനമാണ്. അങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ച ഒരാൾ ആ പിണറായിക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും തീരുമാനം ചെയ്യുമോ? അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു സുധാകരൻ ഒരിക്കലും പോവില്ല. അതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ്. പിന്നെ നന്നായിട്ട് പരിഹരിക്കപ്പെട്ടു. സുധാകരൻ സജീവമായിട്ട് ഫീൽഡിലുണ്ട്. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, ഇപ്പോൾ ചില റിബലുകൾ വന്നല്ലോ, പലരും പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ അവസാനം പുനലൂർ സഞ്ജയ് ഖാൻ അദ്ദേഹം പിന്മാറി. അങ്ങനെ കാര്യമായിട്ട് റിബലുകൾ. BJP സ്ഥാനാർത്ഥികളും പറ്റും. പിന്നെ അതുപോലെ തന്നെ G സുധാകരനായിട്ട് നോമിനേഷൻ കൊടുത്ത ഒരാളുടെ നോമിനേഷൻ തള്ളിയിട്ടുണ്ട്. ജോബിൻ്റെയോ? ജോബ് ആലപ്പുഴയിലാണ്. അവിടുത്തെ ഒരു കോൺഗ്രസ് റിബലിൻ്റെ നോമിനേഷൻ ഇന്ന് സ്ക്രൂട്ടിയിൽ തള്ളിയിട്ടുണ്ട്. അതെ, അതായത് ഞാനിപ്പോൾ പെട്ടെന്ന് TV-യിലൊരു ഇത് കണ്ടു, കോൺഗ്രസിന് ആശ്വാസം, G സുധാകരനെതിരായിട്ടുള്ള റിബലിൻ്റെ നോമിനേഷൻ തള്ളി. അപ്പോൾ അതാണ് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം. ഞാനിപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, ഈ എന്തിനായിരുന്നു സുധാകരനെ KPC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റി? ആവശ്യമുള്ള കാര്യം അല്ല, ഞാനതിനെതിരായിരുന്നു. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞല്ലോ. കാരണം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ആരോഗ്യമുള്ള ഒരാൾ എങ്ങനെയാണ് പിന്നെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രം അയോഗ്യരാകുന്നത്? അതന്ന് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അഭിപ്രായക്കാരനാണ് ഞാൻ. അത് മാത്രം അതിൻ്റെ അകത്തൊരു അങ്ങനെയാണ് ഈ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഒന്നത്. രണ്ട്, സുധാകരൻ്റെ ഭാഗത്തോട്ട് വീഴ്ചയുണ്ട്. അദ്ദേഹം നിയമസഭ മത്സരിക്കുന്നുണ്ടായിരുന്നു, ലോക്സഭ മത്സരിക്കും. അതെ, വേണ്ടാന്ന് പറയണേ, കർശനമായിട്ട് പറയണം. അടൂർ പ്രകാശിന് വരെ വഴിയില്ല, കാരണം അവിടെ അടൂർ പ്രകാശ് മത്സരിച്ചില്ല, തോറ്റുപോകും. അതെ അതെ അതെ. പക്ഷെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിലും കണ്ണൂർ ജയിക്കും. കണ്ണൂർ ജയിക്കും. അത് സുധാകരന്റെ ഭാഗത്തെ മിസ്റ്റേക്ക്. അതെ, എന്തായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇപ്പോൾ UDFന്റെ ഒരു പ്രോസ്പെക്ട്സ് എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറയുന്നത് നല്ലൊരു ഭൂരിപക്ഷം UDFനുണ്ടാവും. എന്തുകൊണ്ടാണ്? അതായത് ഒന്ന്, ഭരണവിരുദ്ധ വികാരം ശക്തമായിട്ടുണ്ട്. പിന്നെ ധിക്കാരപരമായിട്ടുള്ള പിണറായിൻ്റെ ഒരു പെരുമാറ്റത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ തന്നെ ഒരുപാട് അസംതൃപ്തരുണ്ട്. പലരും പറഞ്ഞത് ഇനിയും ഞങ്ങൾ ജയിച്ചു വന്നാൽ പാർട്ടി തീരും. എന്നോട് വഴി വെച്ച് പലരും പറയാറുണ്ട്, താങ്ക് യു ഷാജൻ, ഞങ്ങളുടെ പാർട്ടിയെ സംരക്ഷിക്കുന്നത് നിങ്ങളാണ്. കാരണം ഈ പിണറായി നിരന്തരം വിളിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫീലുണ്ട്. ആ പിണറായിയുടെ ഒരു അധികാരപരമായിട്ടുള്ളൊരു പെരുമാറ്റം കാരണം സത്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ നിരാശരാണ്. അതെ, ഇപ്പോൾ ഒരിക്കലും ഇല്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ക്യാപ്റ്റൻ. അതെ, EMS പോലും കിട്ടിയിട്ടില്ല. അത് EMS അതിൻ്റെ ഏറ്റവും വലിയ താത്വിക ആചാരനായിട്ട് നിന്ന കാലത്ത് പോലും പവർഫുള്ളായിട്ട് മുഴുവൻ നിയന്ത്രണവും. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപ്രമാദിത്വം ഉണ്ടായില്ല. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി മാറ്റുകയാണ് ആ പാർട്ടികൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവരുടെ പുതിയ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ശരിക്കുള്ള CPMൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചാണെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് ചെയ്യുക. അതെ, ഇത് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മൂന്നാമതാണ് നിൽക്കുന്നത്, സംസ്ഥാന സെക്രട്ടറി രണ്ടാമൻ, മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു. ഈ രണ്ട് സെക്രട്ടറിമാരെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ സാധാരണ പ്രവർത്തകരോട് ചോദിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ വികാരം ഉണ്ടാകുന്നുണ്ട്. അവർ കണ്ടു ശീലിച്ച രീതിയല്ല എപ്പോഴും.
ഇപ്പോൾ തന്നെ കടയിൽ പയ്യന്നൂരിൽ എന്തുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ മാറിയത്? ഈ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനും ആ തളിപ്പറമ്പിലെ ഗോവിന്ദനും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? തീർച്ചയായും. കാരണം ഒരു ആ സീറ്റിൻ്റെ CPM കുത്തക സീറ്റാണ്. അതെ ഞാൻ പറഞ്ഞത്. പക്ഷെ തളിപ്പറമ്പിൽ കാര്യമുണ്ട്. തളിപ്പറമ്പിൽ ലോക്സഭയിൽ ഭൂരിപക്ഷമുണ്ട്. ഉണ്ടല്ലേ? ഉണ്ട്. 2019, 2024 ലോക്സഭ ഭൂരിപക്ഷമുണ്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞ് വിജയിച്ചൊരു കോൺസ്റ്റിറ്റ്യൻസിയാണ്. 22,000 വോട്ടിന് ഡിഫറൻസേ ഉള്ളൂ. അത് ജെയിംസ് മാത്യു ആയിരുന്നപ്പോൾ 50,000 ഉണ്ടായിരുന്നു. അതാണ് 22,000 കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തളിപ്പറമ്പ് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിന് നല്ല മതിപ്പാന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അതെ കോൺഗ്രസ്സുകാർക്ക് എതിർപ്പില്ലെന്ന് തോന്നുന്നു. ഇല്ല ഈ KT ഗോവിന്ദനോട്. പിന്നെ ഈ ചില പാർട്ടിക്കാരൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഇത്രയും കാലം ഞങ്ങളെ ദ്രോഹിച്ചതല്ലേ, ആ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കേരള നിയമസഭയിൽ ഏറ്റവും കരുണാകരനെ വിമർശിച്ചൊരു CPM കാരൻ ആരാന്ന് വെച്ചാൽ എം വി രാഘവനാണ്. ഇനി പറയാനൊന്നും ബാക്കിയില്ല. എം വി രാഘവൻ ജീവൻ സംരക്ഷിച്ചത് പിന്നീട് കരുണാകരൻ. അതാ പറഞ്ഞത്. അപ്പോൾ ആ MVR 86 പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുത്ത കരുണാകരനാണ്. കുഞ്ഞികൃഷ്ണനെ കുറിച്ച് അങ്ങനെ എതിർപ്പില്ലെന്ന് അങ്ങനെ അതെ. കുഞ്ഞികൃഷ്ണൻ ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോയവരൊക്കെ കണ്ണൂർ ജില്ലയിൽ CPMൻ്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിരിക്കും. കാരണം സെക്രട്ടേറിയറ്റ് അംഗമാണ്. അതെ, ഗോവിന്ദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ പോകുമ്പോൾ അതൊരു സീരിയസ് ഏരിയയാണ് പാർട്ടിക്ക് അവിടെ ഏൽക്കാൻ പോകുന്നത്. ഈ ഒഞ്ചിയത്ത് സംഭവിച്ചത് ഇതിൻ്റെ ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണല്ലോ. ഇപ്പം ഞാൻ പറയാം, ഒഞ്ചിയത്തുനിന്ന് ഇപ്പോൾ അവർ RMP ഉണ്ടായത് കൂടിയിട്ട് തന്നെ CPMൻ്റെ ഒരു ശക്തി ക്ഷയിച്ചിട്ടുണ്ട് അവിടെ. അതെ അതെ, ഒരു സംശയമില്ല. അവർക്ക് ചന്ദ്രശേഖരനെ കൊല്ലേണ്ടി വന്നു. അതെ, അതെ അതാ പറഞ്ഞത്. ഇപ്പോൾ രമ UDFൻ്റെ പിന്തുണയോടെ നിന്നപ്പോൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇക്കുറി അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ MLA എനിക്ക് അവരുടെ പ്രവർത്തനം 101% സാറ്റിസ്ഫൈഡ് ആണ്. വളരെ അതെ. പിന്നെ ആ കോൺസ്റ്റിറ്റ്യൻസിയുടെ വികസന കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് അവർ പങ്കുവയ്ക്കുന്നു. അപ്പോൾ കണ്ണൂരിലെ പാർട്ടി കോട്ട ഇളകാനുള്ള സാധ്യത കാണുന്നു. തീർച്ചയായും ഇത്തവണ പാർട്ടി കോട്ടകളിൽ ഇളക്കം ഉണ്ടാവും. ഞാൻ അതിനുശേഷം കേട്ട 2 വാർത്ത. ഒന്ന്, പേരാമ്പ്രയിൽ ഫാത്തിമ വലിയ മുന്നേറ്റം നടത്തുന്നു, നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വന്നപ്പോൾ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. അതായത് CPM വോട്ടുകളുടെയൊക്കെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിടെ ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി 2 പഞ്ചായത്തുകളുണ്ട്. എൻ്റെ കുറേ ബന്ധുക്കളുണ്ട് ചിറ്റാരിക്കാരിൽ. അപ്പോൾ അവരൊക്കെ ആവേശത്തോടെ പറഞ്ഞ് ഞങ്ങൾക്ക് ആദ്യമായിട്ടൊരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നത് ഈ തൃക്കരിപ്പൂരിലെ ആർക്കെങ്കിലും കൊടുക്കുമോ. അതെ. അപ്പോൾ അവർക്ക് ഭയങ്കര ആവേശം. ഞാൻ ഇത്തവണ ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയിൽ ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഈ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുക്കുമ്പോൾ അതും ഇപ്പോൾ ഞാൻ പറയാം, RSP കഴിഞ്ഞ തവണ പറഞ്ഞ് ഞങ്ങൾക്ക് തരല്ലേ, മട്ടന്നൂരത് ഞങ്ങൾക്ക് തരല്ലേ, ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയുണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു സംവിധാനമില്ല. അതേസമയം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ, കൊച്ചിയൊക്കെയാണ്. പക്ഷേ അന്ന് 5ാമത്തെ സീറ്റ് ഞങ്ങൾ അടിച്ചേൽപ്പിച്ചപ്പോൾ അവിടെ കോൺഗ്രസ്സുകാർ ആകെ ഡൗണായിപ്പോയി. CPMകാർ എന്ത് ചെയ്തു? CPMകാർ മനസ്സിലായി എന്തായാലും ജയിക്കുന്നല്ല ഭൂരിപക്ഷത്തോടെ. പിന്നെ ഞങ്ങൾ കഷ്ടപ്പെടണാച്ച് നേരെ അടുത്ത് പേരാവൂരേക്ക് പോയി ബൂത്ത് പിടിക്കാൻ. ബൂത്ത് പിടിക്കാനാണല്ലോ, വോട്ട് പിടിക്കൽ മാത്രമല്ല ബൂത്തും പിടിക്കാൻ. അതുകൊണ്ട് സണ്ണി ജോസഫിന് വലിയ പ്രയാസം ഉണ്ടായി കഴിഞ്ഞ തവണ. മനസ്സിലായി. അപ്പോൾ ഞാൻ ഇത്തവണ ഒരു കാര്യം പറഞ്ഞു, ഘടകകക്ഷികൾക്ക് ശക്തിയുള്ള സ്ഥലത്ത് അവർക്ക് കൊടുക്കുക, എന്നാൽ അവരെ തലയിൽ കെട്ടിവെക്കരുത്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ രീതിയിലെ സമീപനം എടുക്കരുത്. ആ സീറ്റുകളെ കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുക, എന്നാൽ ഫൈറ്റ് ഉണ്ടാവും. അവിടുത്തെ CPMകാരനെ അവിടെ തന്നെ നിർത്താൻ പറ്റും, ജയിച്ചാലും തോറ്റാലും. മനസ്സിലായി. അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ആ സീറ്റൊക്കെ ഏറ്റെടുത്തപ്പോൾ ഒരു ആവേശം ഉണ്ടായിട്ടുണ്ട്. ഈ സുധാകരനെ വേണേ ധർമ്മടത്ത് നിർത്തായിരുന്നു. അത് ശരിക്കും നിർത്തായിരുന്നു. അത് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഞാൻ നിയമത്ത് നിന്ന പോലെ ഒരു എക്സംഷൻ കൊടുത്ത് ധർമ്മടത്ത് ഉറപ്പായിട്ട് നിർത്തായിരുന്നു. കാരണം ധർമ്മടത്തും അത്ര പഴയ സിറ്റുവേഷനൊന്നും അല്ല, കുറേ മാറിയിട്ടുണ്ട്. ഞാൻ അവിടെ MLA ആയിരിക്കുമ്പോൾ പിണറായി മുഖ്യമന്ത്രിയായിട്ട് വന്ന ആദ്യത്തെ 2 കൊല്ലം ഉണ്ടല്ലോ, ഞാനന്ന് പല കുടുംബ സംഗമങ്ങളും പങ്കെടുത്തു. എല്ലാം നല്ല ജനക്കൂട്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇവിടെ ഇത്രയും ഭൂരിപക്ഷത്തോടെ പിണറായി ജയിക്കുന്നു എന്ന് വിചാരിച്ചു. ഈ ലോക്സഭയിൽ സുധാകരന് പലയിടങ്ങളിലും വലിയ വോട്ട് കിട്ടിയത്. അതെ, നല്ല മുന്നേറ്റം ഉണ്ടായി. ബ്രിമിൽ നിന്നു അവിടെയൊക്കെ, ധർമ്മടത്ത് ഉൾപ്പെടെ. അതെ,
അപ്പോൾ ആ ഒരു എനിക്കത് 2000 വോട്ടിന് മറ്റേ എം പി ജയരാജൻ ലീഡ് ചെയ്ത്. 2000 വോട്ട്. ഒരു പരീക്ഷ നടത്തായിരുന്നു. ഒന്നുമില്ല, സത്യത നോക്കായിരുന്നു. ചിലപ്പോൾ തോറ്റാലൊന്നും സംഭവിക്കാമല്ലോ. അതെ, അതാ ഞാൻ പറഞ്ഞത്. അത് നല്ലൊരു ആശയമായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. അത് സാധിച്ചു. ഞാൻ അതാണ് അന്ന് സജസ്റ്റ് അതെ, ചെയ്തത്. അന്ന് ഞാൻ കേട്ടു. അതാണ് സജസ്റ്റ് ചെയ്തിരുന്നത്. എനിവേ, അപ്പം നമ്മൾ പറഞ്ഞ കേരളത്തിൽ മൊത്തത്തിൽ നമ്മളെ മുന്നണി പ്രശ്നമൊന്നുമില്ല അല്ലേ? മുന്നണി ഇപ്പം പ്രശ്നമൊന്നുമില്ല, അതൊന്നുമില്ല. മാത്രമല്ല, പതിവിൽ നിന്ന് വ്യത്യസ്തമായ ശാന്തത. സുധാകരന് മാത്രം ഈ അലം പൊതുങ്ങി നിന്നു. അതെ, സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തോ ഒരു ബഹളം, അങ്ങനൊരു അതൊന്നും ഇത്തവണ ഉണ്ടായിട്ടില്ല. ഇത്തവണ അതുപോലെ ഘടകകക്ഷികൾ നിൽക്കുന്ന സീറ്റുകളിലും കാര്യമായിട്ട് റിവൽ ശല്യമില്ല. ഇല്ല. വലിയ എന്തായാലും ആത്മവിശ്വാസമാണ് നമുക്ക്. തീർച്ചയായും. പക്ഷെ BJPയുടെ ഒരു മുന്നേറ്റ സാധ്യത പലരും പറയുന്നുണ്ട് ഇക്കുറി. പക്ഷേ അതിൽ 2 കാര്യം വ്യത്യാസമുണ്ട്. ഞാൻ പറയാം. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിച്ചു. പാർലമെൻറ്റിൽ BJPക്ക് നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ കാരണം ഇപ്പോൾ ഡൽഹിയിലേക്ക് ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ചില ഒരു എന്താ പറയേണ്ട, ഒരു ഉന്നത ഇതിലൊക്കെ കഴിയുന്നവരുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അഭിപ്രായം മോഡി വരണം. അതെ, അതുകൊണ്ട് അതിൽ പല ഭാഗത്തും പല വോട്ട് അവർക്ക് കിട്ടി BJPക്ക്. അതാണ് ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ തോറ്റ വെറും 15,000 വോട്ട്. അതെ അതെ. വി മുരളീധരൻ 3-ം സ്ഥാനത്താണെങ്കിലും 1-ം സ്ഥാനത്തുള്ള പ്രകാശിനേക്കാൾ 15,000 അതേ വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. തൃശ്ശൂർ അവർ ജയിച്ചു. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഒരു പാർലമെൻറ്റിലേക്കുള്ള ഒരു വേവാണ്. എന്നാൽ കോർപ്പറേഷൻ തിരുവനന്തപുരം ജയിക്കാൻ കാരണം ഇവിടെ 42 കൊല്ലമായിട്ട് LDFൻ്റെ ഭരണമാണ്, CPMൻ്റെ ഭരണമാണ്. അതിൽ മനമടുപ്പുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ആര്യ രാജേന്ദ്രൻ്റെ അവരുടെ കോൺട്രിബ്യൂഷൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരെ തോൽപ്പിക്കാൻ നല്ലത് BJP ആണെന്നുള്ള ഒരു മനോഭാവം ജനങ്ങൾക്കുണ്ടായി. കാരണം UDF 10 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതെ, ഇപ്പം 10 എങ്ങനെ 50 ആവും? അതെ. അതിനിപ്പോൾ നമ്മൾ പ്രയാസപ്പെട്ട് ഞാൻ ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ശബരീനെ മേയർ കാൻഡിഡേറ്റ് ആക്കി. അതുകൊണ്ട് 10-20 ഇരട്ടിയായി. അപ്പോൾ ഞാൻ പറഞ്ഞത് BJPയോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഭരണവിരുദ്ധ വികാരങ്ങൾ, പിന്നെ കേന്ദ്രത്തിൽ മോഡിയോടുള്ള ചില ടെക്നോക്രാറ്റുകളുടെയൊക്കെ ഒരു ആഭിമുഖ്യം ഉണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ടാണ് കേരളത്തിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ മുന്നേറ്റം ഉണ്ടായത്. പക്ഷേ അസംബ്ലിയിൽ വരുമ്പോൾ എല്ലാവർക്കും അറിയാം ഐദർ UDF or LDF. രാജീവ് ചന്ദ്രശേഖരൻ പക്ഷേ പലയിടങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവർ 5-8 സീറ്റിൽ അവർ ജയിക്കുന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്തിനാണ് ഒരു സീറ്റ് പാഴാക്കുന്നതെന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് ഞാൻ പിന്നെ മാത്രമല്ല, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ശൈലിയും സാധാരണ BJPക്കാരുടെ ശൈലിയും തമ്മിൽ അതിൽ ഏറ്റുമുട്ടലുണ്ട് ആ പാർട്ടിക്കകത്ത്. അതൊക്കെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ചിലയിടത്ത് ഇപ്പോൾ അവർ നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കാൻ അവർക്ക് പറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി വളരെ അങ്ങ് താഴോട്ട് പോകും. അതെ അതെ. അവിടെ ചിലപ്പോൾ മത്സരം UDFും LDF തമ്മിലായിരിക്കും. പക്ഷേ അവിടെ UDF ഉറപ്പായിട്ട് ജയിക്കും. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ ഞാൻ മനസ്സിലാക്കുന്നത് LDFൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം വ്യക്തിപരമായിട്ട് നല്ല ആളാണ്. എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, ആലങ്കോട് ലീലാകൃഷ്ണൻ. പക്ഷെ അദ്ദേഹം കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് പറ്റിയ ഒരാളല്ല. ആ കവിയല്ലേ അത്? കവി. അത് 3-ം സ്ഥാനത്തേക്ക് പോകും. അപ്പോൾ തൃശ്ശൂർ മത്സരം UDFും NDA തമ്മിലാണ്. പക്ഷേ UDF ജയിക്കും. അല്ല, സഹോദരി തോക്കും. അപ്പോൾ BJP ജയിക്കില്ല അവിടെ, ഒരു കാരണവശാലും ജയിക്കില്ല. കാരണം അവിടെ പാർലമെൻറ്റിൽ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം പറഞ്ഞ ഒരു വാക്കും നടപ്പാക്കിയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, അത് കൊണ്ടുവന്നില്ല. എയിംസ് തൃശ്ശൂർ സ്ഥാപിച്ചില്ലെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും മുൻകൈ എടുത്ത് സ്ഥാപിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേട്ടമായേനെ. പക്ഷെ അതൊന്നും സ്ഥാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരു കേന്ദ്രത്തിലേക്ക് വിട്ടിട്ട് പോലും ജയിപ്പിച്ച സ്ഥലത്ത് പ്രയോജനം കിട്ടുന്നില്ല. പിന്നെ എന്തിന് അസംബ്ലിയിലേക്ക് ജയിപ്പിക്കണമെന്ന് ടെൻഡൻസി ഉണ്ട്. സ്വാഭാവികമായിട്ടും അത് അവിടെയും ബാധിക്കുമല്ലോ തൃശ്ശൂരും. ഈ പത്മജയുമായി ഇപ്പോഴും സ്നേഹത്തിൽ തന്നെയാണോ? സ്നേഹം എന്ന് വെച്ചാൽ എപ്പോഴും അത് അങ്ങനെ ഒരു ടോക്കിംഗ് കണ്ടാൽ ലോഹ്യം പറയും, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും വിളിക്കുന്ന ബന്ധം അതൊന്നുമില്ല. പിന്നെ ആശുപത്രിയിൽ കടന്നപ്പോൾ വിളിച്ചിരുന്നു, അത്രേ ഉള്ളൂ. ഈ രാഷ്ട്രീയം തന്നെയാണ് ഇതിന് കാരണം. രാഷ്ട്രീയം തന്നെയാണ് കാരണം. എനിക്ക് പാർട്ടി വിട്ടുപോയതിലല്ല എനിക്ക് പ്രയാസം, അവർ ആ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ബ്രിമ്മിൽ വിട്ടുപോയി. അതല്ലായിരുന്നെങ്കിൽ പാർട്ടി എന്നോട് വടകരയിൽ നിന്ന് തൃശ്ശൂർ പോകാൻ ആവശ്യപ്പെടില്ല. മനസ്സിലായി. നേരെ വെച്ചാൽ 6 മാസം മുമ്പേ പോയിരുന്നെങ്കിൽ ബാധിക്കില്ല. കരുണാകരൻ്റെ മകൾ അങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷയല്ല. അതുകൊണ്ടാണ് ഞാൻ ഷോക്കായി. ഇല്ല, എനിക്ക് സൂചന പോലും കിട്ടിയിട്ടില്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് തടഞ്ഞു തന്നെ. കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷത്തിൽ നേരിയ വോട്ട്, അതെ, 900 വോട്ടിനെ തോറ്റിട്ടുള്ളൂ.
ഇത്തവണ അത് ഇത്തവണ ജയിക്കാവുന്നതാണ്. സുഖമായിട്ട് ജയിക്കായിരുന്നു ഇത്തവണ. ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ 101% ജയിച്ചേനെ. കാരണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാരണം NDAക്ക് പാർലമെൻറ്റിൽ കിട്ടിയത് കോർപ്പറേഷൻ വന്നപ്പോൾ പോയി. പിന്നെ LDFൻ്റെ സ്ഥാനാർത്ഥി സുനിൽകുമാറിൻ്റെ പോലെയല്ല, ഒട്ടും സ്വാധീനമില്ലാത്ത ഒരാൾ. അങ്ങനെ വന്നാൽ സുഖമായിട്ട് ജയിക്കായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ചിട്ടില്ല? വിളിച്ചിട്ടില്ല. ഞാൻ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ച ദിവസം ഞാൻ തൃശ്ശൂരുണ്ടായിരുന്നു. ഗുരുവായൂർ മലയാള മാസം 1-ാം തീയതി തൊഴുകാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് ഗുരുവായൂർ പോകാറുണ്ട്. പോകാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ അപ്പോൾ ഇലക്ഷൻ വരുന്ന അറിയാലോ. പിന്നെ അപ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ട നേരത്തൊക്കെ വീണ്ടും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അച്ഛനമ്മയുള്ള അവിടെ ഞാൻ പോയിരുന്നു. പോയപ്പോൾ അവരവിടെ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ പിന്നെ ഒരു സീൻ ഒഴിവാക്കി, വീട്ടിൽ കയറിയില്ല. പുഷ്പാർച്ചന നടത്തി മടങ്ങി പോകുന്നു. അങ്ങോട്ട് വന്ന് കണ്ടുമില്ല? ഇല്ല. അത് രണ്ട് കൂട്ടർക്കും അതുകൊണ്ട് ദോഷം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വന്നു പോയില്ല. രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസ്ഥ അതാ. പിന്നെ തീർച്ചയായിട്ടും അനിയത്തി പോയപ്പോൾ വിഷമം വന്നില്ലേ? വിഷമമുണ്ടായിരുന്നു. കാരണം നല്ലൊരു ഭാവിയുള്ള ചാൻസ് കൊണ്ട് കളഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ ഇത്തവണ കോൺഗ്രസ് ആണെങ്കിൽ ഉറപ്പായിട്ട് ആ സീറ്റ് ജയിച്ചേനെ. ആര് തോൽപ്പിക്കാൻ വിചാരിച്ചാലും നടക്കില്ലായിരുന്നു. അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അംഗീകരിക്കത്തില്ലായിരുന്നു. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ പാർട്ടി വിടാൻ സമ്മതിക്കില്ലായിരുന്നു, എനിക്ക് ഉറപ്പാണ്. കാരണം ഞങ്ങൾ DIC ഒക്കെ ഉണ്ടാക്കിയ സമയത്തുള്ള അന്നത്തെ അച്ഛൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. അച്ഛനന്ന് സത്യം പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഞങ്ങൾ പാർട്ടി രൂപീകരിച്ച ദിവസം ഉണ്ടല്ലോ, 2005 മെയ് 1-ാം തീയതിയാണല്ലോ പാർട്ടി ഉണ്ടാക്കുന്നത്. അന്ന് കാലത്ത് അച്ഛൻ്റെ പ്രയാസം ഞാൻ കണ്ട ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എന്തൊക്കെ തിക്താനമുണ്ടെങ്കിൽ അദ്ദേഹം ഒരിക്കലും പാർട്ടി വിട്ടു പോയില്ലായിരുന്നു. അച്ഛൻ തന്നെ അങ്ങനെ ഒരു തീരുമാനം ആ സമയത്ത് എടുക്കാൻ കാര്യമാണ്. 2005 അത്ര വല്ലാത്തൊരു മാനസികാവസ്ഥ വന്നിരുന്നു. രാജ്യസഭ സീറ്റായിരുന്നോ പ്രശ്നം? അല്ല, രാജ്യസഭയല്ല. രാജ്യസഭ അന്ന് തന്നല്ല, ഫാദറിന് കൊടുത്തല്ലോ. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ചോദിച്ചൊരു സീറ്റ്, ഒരു സീറ്റ്, 2 സീറ്റ് കോൺഗ്രസ് മത്സരിച്ചപ്പോൾ 1 സീറ്റ് തരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പക്ഷെ അന്ന് നോക്കുമ്പോൾ PC ചാക്കോ എന്നോട് വളരെതായിട്ട് പറഞ്ഞു, ഞാൻ ഒരുപാട് കാലമായി പുറത്ത് നിൽക്കുന്നു, ജനപ്രതിനിധിയായിട്ടില്ല, അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോഴാണ് അപ്പോൾ ഞാനും AK-നെയും കൂടിയിട്ട് ചർച്ച ചെയ്ത് പറഞ്ഞത്, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങനെ അന്ന് ഗ്രൂപ്പുള്ള കാലമാണല്ലോ, 2 ഗ്രൂപ്പിലും പെടാത്ത 2 പേരെ സ്ഥാനാർത്ഥിയാക്കുക, വയലാർ രവിയും PC ചാക്കോവും. പക്ഷേ PC ചാക്കോനെ ആക്കിയില്ല, തന്നെ സാറിനെ ആക്കി. അപ്പോഴാണ് ഫാദറിനും പ്രയാസം ഉണ്ടായി. ഇന്നത്തെ സംഭവവികാസങ്ങളൊക്കെയാണല്ലോ പാർട്ടിയുടെ ഒരു പിളർപ്പിലേക്ക് നയിച്ചത്. അത് പിന്നീട് തോന്നുന്നു വേണ്ടായിരുന്നു. അത് തോന്നാറുണ്ട്. കാരണം അതൊന്ന് ഏകദേശം ഒരു 2004 മുതൽ 11 വരെ കഷ്ടപ്പെട്ടതാണ്. അതെ, പിന്നെ അതുകൊണ്ടുള്ള അധ്വാനം, ആവശ്യമില്ലാത്തൊരു അധ്വാനം, അതെല്ലാം പാഴായല്ലോ. DICയുടെ പ്രസിഡന്റ് ആവുന്നു, NCP അതാ പറഞ്ഞത്. അതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ ഒരു അവമതിപ്പുണ്ടായി. അച്ഛൻ അത്രയും പ്രതാപവാനായി. അതാ പറഞ്ഞത്. കാരണം ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കിയ ഒരാൾ. അതെ, 9 സീറ്റിൽ നിന്ന് 9 സീറ്റിൽ നിന്നും പാർട്ടി ഏറ്റവും ഉന്നതിയിൽ എത്തിച്ച ഒരാൾ. അദ്ദേഹത്തിന് പാർട്ടി വേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നതൊക്കെ ഒഴിവാക്കും. ഒരുപക്ഷെ അച്ഛൻ്റെ ഒരു അമിതമായ ആത്മവിശ്വാസം ആയിരിക്കാം അന്ന് എടുത്തിയാടിയതല്ലേ. എന്താണെങ്കിലും അത് പിന്നീട് എല്ലാവർക്കും ദോഷമായിട്ട് വന്നല്ലോ. ആ ഒരു വർഷം, 5-8 വർഷം വെറുതെ നഷ്ടപ്പെട്ടു. അതാ പല തോൽവികൾ. അതെ, അതാ പറയുന്നത്. ഈ തോൽവികളുടെ പല കാരണങ്ങൾ ഈ കാലഘട്ടമാണ്. അതെ, 2004, 2009 വരെയുള്ള ആ തെരഞ്ഞെടുപ്പിൽ അനാവശ്യ തോൽവികളും കാര്യങ്ങളൊക്കെ ധാരാളം തോൽവികൾ. പിന്നെ അത് മാത്രമല്ല, ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ. അതെ 2009 ഒറ്റയ്ക്ക് 1 ലക്ഷം CPM പറ്റിക്കുകയും ചെയ്തല്ലേ. അല്ല, അന്ന് DIC ആയിരുന്നപ്പോഴാണല്ലോ CPM-കാർ മുന്നണി എടുക്കാന്ന് പറഞ്ഞിട്ട്. അതെ, മാത്രമല്ല പഞ്ചായത്തിൽ ഒരുമിച്ച് നിന്നു, പല പഞ്ചായത്തിൽ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു. DIC ജയിക്കുകയും ചെയ്തിരുന്നില്ല. അത് സഖ്യത്തിൽ ജയിച്ചിരുന്നു, 2 കൂട്ടർക്ക് മെച്ചം കിട്ടിയിരുന്നു. പക്ഷേ 2006 വന്നപ്പോൾ അവർ ഉപേക്ഷിച്ചു. അതുകൊണ്ട് അത് അച്ഛൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അത് പിന്നെ UDF ആയിട്ട് സഖ്യം ഉണ്ടാക്കി, മാനസികമായിട്ട് അകന്നവർ. ആരും വോട്ട് ചെയ്തില്ല. അതെ, ആരും വോട്ട് ചെയ്തില്ല. 6 മാസം മുമ്പ് വരെ കീരിയും പാമ്പുമായിട്ട് നിന്നവർ. മാത്രമല്ല, ഞാനൊക്കെ കൊടുവള്ളിയിൽ ചെല്ലുമ്പോൾ കൊടുവള്ളിയിലുള്ള പല ലീഗുകാരും തോറ്റുപോയി. ആദ്യമായിട്ട് ഒരു പഞ്ചായത്ത് തന്നെ, അവർ ഉറച്ചൊരു പഞ്ചായത്ത് തന്നെ കയ്യിൽ നിന്ന് പോയി. പക്ഷേ എന്നാലും അവരെ പ്രവർത്തകർ കൂടെ നിന്നെങ്കിലും ഒരു മാനസികമായിട്ടുള്ള ഒരു ഐക്യം ഉണ്ടായില്ല. പിന്നെ NCP പുറത്താകാൻ കാരണം എന്നാണ്? അല്ല, അത് ഞാൻ കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാമെന്ന് അങ്ങനെ പുറത്താക്കി. എന്തായാലും 2011 തിരിച്ചു വന്നപ്പോൾ സീറ്റ് കിട്ടി എന്നുള്ളതൊരു ഗുണമായി. അതൊരു ഗുണമായി. തീർച്ചയായും നമ്മുടെ ഒരു കഴിവാടെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ അതെ ഒരു അതെ. പിന്നെ അതെ.
പിന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രി ആയിട്ടൊക്കെ പലരും പരിഗണിക്കുക, അങ്ങയുടെ പേര് ഇവരാരും പറയുന്നില്ല. അല്ല അതല്ലെങ്കിലും പറയാറില്ലല്ലോ. ഞാൻ പക്ഷെ ഒരു കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങളെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് മന്ത്രിയാക്കുക ഇല്ല എന്നുള്ളത് നിങ്ങളുടെ കാര്യം, നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എനിക്ക് ആവശ്യത്തിനുള്ള സഹായം കിട്ടിയേ പറ്റൂ. അതിൽ അല്ലെങ്കിൽ ഞാൻ പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ മന്ത്രിസ്ഥാനം തന്നില്ലെങ്കിലും ഞാൻ പൊട്ടിത്തെറിക്കില്ല. കാരണം ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്നാന്ന് എനിക്കറിയാം. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ മന്ത്രിമന്ദിരത്തിൽ കയറിയ ഒരാളാണ് ഞാൻ. ഇതിൻ്റെ സുഖവും ദുഃഖങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എപ്പോഴും ടെൻഷനുമാണ്. നേരെ വെച്ച് ഡൽഹിയിലൊരു MP ആയിരുന്നാൽ സത്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. ഇത്ര ആളുകളുടെ അടുത്ത് പോവും വേണ്ട. MLA അത്ര ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയാൽ മതി. അല്ല, പക്ഷേ KC വേണൂർ പറഞ്ഞിരിക്കുന്ന മന്ത്രിയായിരിക്കും. അതെ, ഞാൻ അത് പാർട്ടി തീരുമാനിക്കട്ടെ. പക്ഷേ എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. വട്ടിയൂർക്കാവിൽ ജയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഡെവലപ്മെൻറ്റിന് എത്ര ഫണ്ടില്ലെങ്കിലും ഫണ്ട് തരണം. അത് മേടിച്ചെടുക്കും. ഇനിയിപ്പോൾ ഉള്ള പദ്ധതി എന്ന് പറഞ്ഞാൽ വട്ടിയൂർക്കാവ് മാത്രമായി ഫോക്കസ് ചെയ്ത് തീർച്ചയായിട്ടും. അതെ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി അപ്പുറത്തേക്കൊന്നുമില്ല. MP ആയിട്ട് ഒന്നുമില്ല. ഇനി ബാക്കി എല്ലാം മാറ്റി വെച്ചു. മുഖ്യമന്ത്രിയാവാനായിട്ടുള്ള ഒരു മത്സരം ഇനി കോൺഗ്രസ് ഉണ്ടാകാൻ സാധ്യത. ഇപ്പം തന്നെ ഒരുപാട് നേതാക്കളുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇതിനു മുമ്പ്, ഇപ്പം കഴിഞ്ഞ തവണയാണെങ്കിൽ നമുക്കറിയായിരുന്നു ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല. അതായത് ഞാൻ പറയാം, കരുണാകരൻ്റെ കാലത്ത് എല്ലാവർക്കും അറിയാം കരുണാകരനായിരിക്കും എന്നറിയാം. AK ആന്റണി വന്നപ്പോൾ എല്ലാവർക്കും അറിയാം ആന്റണിയാണ് മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി വന്നപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ. കഴിഞ്ഞ തവണ ചെറിയ ചെന്നിത്തലേന്നായിരുന്നു. അതെ, എങ്കിലും ഉമ്മൻചാണ്ടിയെ തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അതെന്നാലും ഒരു ആരോഗ്യം. പക്ഷെ ഇപ്പം അങ്ങനല്ലല്ലോ. ഇപ്പം ആരാണ് മുഖ്യ, ഇപ്പം സതീശൻ ഉണ്ടാവാം, ചെന്നിത്തല ഉണ്ടാവാം, ഈവൻ KC വേണുപോലെ വരെ ആകാമെന്ന് പറയുന്നുണ്ട്. ഏതായാലും പക്ഷെ അത് ഇലക്ഷന് ശേഷമുള്ള സാഹചര്യങ്ങൾ നോക്കിയിട്ട് തീരുമാനം എടുക്കാൻ പറ്റൂ. ഞാനിപ്പോൾ തെലങ്കാനയിൽ ഞാൻ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിരീക്ഷകനായിരുന്നു പാർട്ടി നേതാവിനെ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഞങ്ങളന്ന് ചെയ്തത് എല്ലാ MLA മാരുടെ അഭിപ്രായം ചോദിച്ചു. അന്ന് 67 MLA മാരായിട്ടാണ് ജയിച്ചു വന്നത്. അതിൽ 40 പേരും റേവന്ത് റെഡ്ഡിയുടെ പേരാണ് പറഞ്ഞത്. അങ്ങനെയാണ്. അതെ, ഞാനന്ന് അതിൻ്റെ കണക്ക് ഞങ്ങൾ എടുത്തു. എല്ലാവരും ഞാനുണ്ടായിരുന്നു, DK ശിവകുമാർ ഉണ്ടായിരുന്നു, ദീവാദാസ് മുൻഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കണക്കെടുത്തു, MLA മാരുടെ കണക്കെടുത്തപ്പോൾ 67-ൽ 47 MLA മാർ രേവന്ത് റെഡ്ഡിയുടെ കൂടെയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാക്കിയത്. അത് തന്നെ ഇവിടെ സംഭവിക്കാൻ സാധ്യത. തീർച്ചയായും ഇവിടെ MLA മാരുടെ അഭിപ്രായം എടുക്കും. അത് ഒറ്റയ്ക്ക് എടുക്കും. ഒറ്റയ്ക്ക് എടുത്ത് അതിൽ ആർക്കാണോ ഭൂരിപക്ഷം അത് തീർച്ചയായിട്ടും ആ രീതിയിലാണ് വരാൻ സാധ്യത. പക്ഷേ ആകെ ഒരു വ്യത്യാസമുള്ളത്, KC വേണുഗോപാലിന് അവിടെ താല്പര്യമില്ലായിരുന്നു. കർണാടകയിൽ, തെലങ്കാനയിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെ. തെലങ്കാനയിൽ എനിക്ക് ഫുൾ ഫ്രീഡം തന്നിരുന്നു. KC വേണുഗോപാലാണ് എന്നെ അതിൻ്റെ ചെയർമാനാക്കാൻ അന്ന് സഹായിച്ചത്. അന്ന് അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിലോ മുഖ്യമന്ത്രിയാവുന്ന കാര്യത്തിലോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. എനിക്കൊരു ഫ്രീ ഹാൻഡ് തന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ സർവേ റിപ്പോർട്ടുകളൊക്കെ എടുത്ത്, ഒരു സർവേ മാത്രമല്ല, കനകോല് മാത്രമല്ല, മറ്റ് സർവേകളും കൂടെ പരിശോധിച്ച് കോമണായിട്ട് വന്ന പേരുകളാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അതെല്ലാം ജയിക്കുകയും ചെയ്തു. അതാണ് ഇവിടെയും എടുത്തിരുന്ന ഒരു മാനദണ്ഡം. തീർച്ചയായിട്ടും സർവേയിൽ ഒരു മുൻതൂക്കം ഉണ്ടായിട്ടുണ്ട് പല സീറ്റുകളിലും. ഇവിടെ പല സീറ്റുകളിലും ചെറിയ മാറ്റങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒഴിവാക്കാൻ ഉദാഹരണത്തിന് ഞാൻ ചോദിച്ചത് വെറും 1000-1500 വോട്ടിനാണ് ആ റിങ്കു ചെറിയാൻ തോറ്റുപോയത്. അതെ, പക്ഷെ അവിടെ വന്ന ഒരു കമ്മ്യൂണൽ ബാലൻസും കൂടെ നോക്കിയിരുന്നു. കാരണം ആ ജില്ലയിലെ 5 സീറ്റുകളിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ മുന്നാക്ക വിഭാഗം മത്സരിച്ച ആറന്മുള ഇത്തവണ അബിൻ വർക്കിക്ക് കൊടുത്തു. അപ്പോൾ ഒരു മുന്നാക്ക സമുദായത്തിന് സീറ്റ് കൊടുക്കാൻ വേറെ ഉണ്ടായില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ റാന്നിയിലാണെങ്കിൽ, റാന്നി ഒഴികെ കോന്നിയാണെങ്കിൽ കോന്നിയിലെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിക്ക് കൊടുക്കേണ്ടി വന്നു. DCC പ്രസിഡൻറ്റ് അദ്ദേഹം സർവ്വ യോഗ്യനാണ് ആ സീറ്റിൽ. അതുപോലെ തന്നെ തിരുവല്ല ഘടകകക്ഷിക്ക് കൊടുത്തു. മാത്രമല്ല മാർത്തോമ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പറ്റി. അതുകൊണ്ട് ഉറപ്പാക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇത് റിങ്കു ചെറിയാന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നായർ പ്രാതിനിധ്യം ഉണ്ടാവില്ല, 5 ഇടത്തും ഉണ്ടാവാത്ത അവസ്ഥ വരും. നേരെ മറിച്ച് ആറന്മുളയിൽ നായർ കാൻഡിഡേറ്റ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും റിങ്കു ചെറിയാൻ തന്നെ അവിടെ വന്നേനെ, ജയിച്ചേനെ. അതെ, പിന്നെ അവസാന നിമിഷം ഉള്ളൊരു പെട്ടെന്നൊരു വോട്ട് സംഭവിച്ചു പോയതായിരുന്നു. അതുപോലെ ഈ ഡോക്ടർ ലാലിന് സീറ്റ് കൊടുത്തില്ല. അതെ, അത് വളരെ സങ്കടമായി കേട്ടോ. കാരണം നമ്മളൊക്കെ ഓർത്ത് വർക്കലയിൽ ലാലുണ്ടാവും എന്നാണ് കരുതിയത്.
അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ടെങ്കിലും കമ്പാരിറ്റീവ് എന്നാലും പൊതുവെ നോക്കിയാൽ പൊതുവെ നോക്കിയാൽ ഭേദമാണ്. ഭേദമാണ്. എനിക്ക് അതെ, പൊതുവെ ഭേദമാണ്. അതെ. എനിക്ക് ആകെ ഇനി ഇത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് മാത്രം ആശയക്കുഴപ്പമുള്ളൂ. അല്ല, അത് ഈ രീതിയിൽ തന്നെ ചെയ്യും ഹൈക്കമാൻഡ്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് രണ്ട് അങ്ങയുടെ ഇതിലേക്ക്, ഈ രാഷ്ട്രീയത്തിലേക്ക്, ഈ പൊളിറ്റിക്സ് അച്ഛനെ കണ്ടാണോ? അതെൻ്റെ അച്ഛൻ്റെ കൂടെയുള്ള യാത്രകൾ. അന്നൊക്കെ ഈ വെക്കേഷൻ കാലം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുക, അതായിരുന്നു ഏറ്റവും വലിയ ആവേശം. അല്ലാതെ മറ്റേ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ പോക്ക് അങ്ങനെയൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ കൂടെ യാത്ര പോവുക. അച്ഛൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സാണ്. അപ്പോൾ അത് കണ്ട് അങ്ങ് ഒരു എന്താ പറയണ്ടേ, അതിനോടൊരു ആകർഷണത്വം തോന്നി. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വരുന്നത്. സേവാദളിലേക്കില്ലേ ആദ്യം? ആദ്യം സേവാദളിലെ ജില്ലാ ചെയർമാനായി. അത് അച്ഛൻ തന്നെ ആയിരിക്കും സജസ്റ്റ് ചെയ്തത്? അച്ഛൻ സജസ്റ്റ് ചെയ്തില്ല, അച്ഛൻ അറിഞ്ഞതന്നെയില്ല. അപ്പോൾ ഞാനന്ന് കോഴിക്കോട് ഈ കാസ്ട്രോൾ കമ്പനിയുടെ ഏജൻസി ഉണ്ടായിരുന്നു 5 ജില്ലകളിൽ. ഏജൻസി ഹോൾസെയിൽ ഏജൻസി. അപ്പം ഞാനും വൈഫും ഒക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ അതിന് മുമ്പ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു? രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഒരു പാർട്ടി പോസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ആണോ? എത്ര വയസ്സായപ്പോഴാണ് തുടങ്ങുന്നത്? ഞാൻ 86 ശരിക്കും രാഷ്ട്രീയത്തിൽ. 86 ഞാൻ 82 87 അച്ഛൻ്റെ ഇലക്ഷന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കൊടുത്തു. 82 പാർട്ടി പദവിയൊന്നുമില്ല. ഞാൻ 82 അധികം നേമത്തും മാളയിലും മത്സരിച്ചു. അപ്പോൾ നേമത്ത് അദ്ദേഹത്തിന് വേണ്ടി ഞാനായിരുന്നു അവിടെ പ്രവർത്തനം, ആൾക്കാരെ കാണാനും വീട് കയറാനും ഒക്കെ പോയിരുന്നത്. 87 ഇവിടെ മാളയിൽ അച്ഛൻ എല്ലായിടത്തും പോകണമല്ലോ, എല്ലാ സീറ്റിലും പോകണമല്ലോ. അതിപ്പോൾ അവിടെ മാളയത്തെ കാര്യങ്ങൾ കുറേ ഞാൻ നോക്കിയിരുന്നു. പിന്നെ 88 സേവാദളുടെ ജില്ലാ ചെയർമാനാകുന്നത്. പിന്നെ അന്ന് ഒരു സംസ്ഥാന സമ്മേളനം നടന്നു എറണാകുളത്ത്. ഏറ്റവും കൂടുതൽ വളണ്ടിയർമാർ പങ്കെടുത്ത് കോഴിക്കോട് നിന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ സംസ്ഥാന ചെയർമാനാകുന്നത്. അങ്ങനെയൊക്കെ ഒരു. പിന്നെ 89 കോഴിക്കോട് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. പിന്നെ അങ്ങനെ ഇമ്പിച്ചി ബാവയെ തോൽപ്പിച്ചു. പിന്നെ എം പി വീരേന്ദ്രകുമാർ തോൽപ്പിച്ചു. അങ്ങനെ വല്ലാത്തൊരു. പക്ഷെ അന്നല്ലേ ഈ കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞ അതിനെ അച്ഛൻ മുഖ്യമന്ത്രി, ഞാൻ KPC ജനറൽ സെക്രട്ടറി, പാർട്ടിയിലെ ഗ്രൂപ്പിസം. അന്ന് ഭയങ്കര പാർട്ടി ഗ്രൂപ്പ്. പിന്നെ വളരെ ശക്തമായ ഗ്രൂപ്പിസാണല്ലോ. പക്ഷെ അതിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഈ വേറെ പാർട്ടിയിൽ പോകുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല. ഒരാൾക്ക് ഒരു പാർട്ടിയിൽ ഒരാളോട് ദേഷ്യം വന്നാൽ ആളുടെ മറ്റേ ഗ്രൂപ്പിലേക്ക് പോകും. ഈ വൃത്തത്തിൻ്റെ അകത്ത് തന്നെ നിന്നിരുന്നു. മാത്രമല്ല ഈ ഗ്രൂപ്പുകൾ നമ്മൾ മത്സരിച്ച് പ്രവർത്തിക്കുമായിരുന്നു. അതെ, അങ്ങനെ ഒരു അതെ, ഗ്രൂപ്പ് വിരോധം, ധാരാളം സമ്മേളനങ്ങളൊക്കെ നടന്നു വന്നു അതെ ആ കാലത്ത്. അപ്പം അച്ഛനും ആൻ്റണി ആയിട്ട് ഒരിക്കലും മാനസികമായിട്ട് അടുപ്പത്തിലായിരുന്നില്ലേ? അല്ല, അതിൽ ഇവർ തമ്മിൽ ഒരു ശൈലിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ആ ശൈലിയുടെ വ്യത്യാസമാണ് ഒരകൽച്ചയിലേക്ക് പിന്നീട് പോയത്. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ പറയാം, 77 രണ്ടുപേരും 2 ഗ്രൂപ്പായിട്ട് നിന്ന കാലത്താണ് ഏറ്റവും കൂടുതൽ MLA-മാരുണ്ടായത്. കാരണം ഒരു പാർട്ടി കാൻഡിഡേറ്റർഷിപ്പ് വരുമ്പോൾ രണ്ടുപേരും ഒരു യോജിച്ച തീരുമാനം എടുക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് 88 DCC ഭാരവാഹികളെ വെച്ചപ്പോൾ ഒരു തർക്കവും ഉണ്ടായില്ല. രണ്ടുപേരും ഇരുന്ന് ചർച്ച ചെയ്തു. ചിലപ്പോൾ മറ്റേ വിഭാഗത്തിലുള്ളവരെ ഇവിടെ നിന്ന് സജസ്റ്റ് ചെയ്യുന്ന സമയം വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നന്നായി പോയതായിരുന്നു. പക്ഷേ 92 KPCC ഇലക്ഷനോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ താളം തെറ്റിപ്പോയത്. വയലാർ രവിയായിട്ടുള്ള മത്സരം വന്നപ്പോൾ പിന്നെ എല്ലാം താളം തെറ്റിപ്പോയി. സത്യത്തിൽ അന്ന് അതില്ലായിരുന്നെങ്കിൽ അന്ന് ആന്റണി തോൽക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പുള്ളൊരു പ്രയാസം ഉണ്ടാവും, പിന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കപ്പെടണമായിരുന്നു. അച്ഛൻ്റെ ഒരു അമിത ആത്മവിശ്വാസം ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നമായി കാണും അല്ലേ? അതിനുശേഷം ആക്സിഡൻറ്റ് സംഭവിച്ചല്ലോ. ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ ഈ മനസ്സെത്തുന്ന ശരീരത്താതായി. അതാണ് പിന്നീടുള്ള കുഴപ്പങ്ങളുടെ കാരണം ഉണ്ടായത്. മറ്റൊരു ഫീൽഡിലത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് അറിയായിരുന്നു. എല്ലാ കാര്യം A to Z അദ്ദേഹത്തിന് അറിയായിരുന്നു. ഇതുപോലെ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു ഘട്ടം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കൊതി എന്ന് പറയുമ്പോൾ പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, കൂടെ കൂടി അങ്ങനെ പല കുഴപ്പങ്ങളും ഉണ്ടായി. അന്ന് അച്ഛൻ വളർത്തിക്കൊണ്ടുവന്ന് ഒരുപാട് പേര് അച്ഛനെ പറ്റി ചതിച്ചു. അതെ അതെ അതെ, അതിൻ്റെയൊക്കെ വിഷമം അച്ഛൻ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ധാരാളം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ആക്സിഡൻ്റ് ആയതിനു ശേഷം അച്ഛൻ്റെ ഒരു അവസ്ഥ ആ സമയത്ത് അതൊന്ന് പറയാം. ആക്സിഡൻറ്റ് ഉണ്ടായ ആ സമയത്ത് അന്നേരം ഇപ്പോൾ എവിടെ വെച്ചത് അറിയുന്നത് ഒരു ആക്സിഡൻറ്റ്? ഞാൻ അന്ന് എറണാകുളത്ത് ഞാൻ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഞാറയ്ക്കൽ. ഞങ്ങളൊക്കെ അവിടെ. അപ്പോൾ അന്ന് അച്ഛനന്ന് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയത്. പിറ്റേന്ന് ക്യാബിനറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണല്ലോ ആക്സിഡൻറ്റ്
എന്തായിരുന്നു ആ പള്ളിപ്പുറത്ത് വെച്ചായിരുന്നു പള്ളിപ്പുറത്ത് എങ്ങനെയായിരുന്നു അത് അന്നത്തെ വണ്ടി സ്കിഡ് ചെയ്താണ്. അത് മുമ്പിലുള്ള ഡ്രൈവർ ഉറങ്ങിപ്പോയതോ എന്തോ ആണ് കാരണം, സത്യം പറഞ്ഞാൽ. അന്ന് ഈ വിവരം അറിയുന്ന ഗൗരവമായ അപകടം നിലയില്ല. അത് പിന്നെ അന്നും ഇവിടുത്തെ CPM-കാർ ആ പെട്ടി എന്തോ കൊണ്ടുപോയെന്ന് ആ പറഞ്ഞു പെട്ടി നീലപ്പെട്ടി മറ്റേ ഒരു കാര്യമില്ലാത്ത കാര്യം ആലോചിച്ചത്. ഞാനിപ്പോൾ ഞാൻ എൻ്റെയൊക്കെ വിദ്യാഭ്യാസ കാല അന്നൊക്കെ ഞാനൊരു SFI-കാരനാണ്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ അപകടത്തെക്കാൾ ഇത് കൊണ്ടുപോയതാണ്, ഇതെന്താ പെട്ടി കൊണ്ടുപോയതാണ് എന്നതല്ലേ. എന്താ ഒരുപാട് ഈ അപകടം കഴിഞ്ഞ് എത്ര കാലം അച്ഛന് ബോധം കിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ? അല്ല, ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ ശരീരം അനക്കാൻ വയ്യായിരുന്നു. എത്ര കാലത്തോളം? അത് പിന്നെ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടാണല്ലോ ശരിയായത്. ആണോ? ജൂൺ മാസത്തിലാണ് ആക്സിഡൻറ്റ് പറ്റിയത്. ആഗസ്റ്റ് മാസത്തിൽ അമേരിക്കയിൽ കൊണ്ടുപോയപ്പോഴാണ് അദ്ദേഹം മൂവ് ചെയ്യാൻ തുടങ്ങിയത്. ആണോ? അസാധാരണ ഇച്ഛാശക്തി കൊണ്ടാണല്ലോ. പിന്നെ അതുകൊണ്ട് മാത്രം ഈ സമയത്ത് അച്ഛൻ തിരിച്ചു വരുമ്പോൾ, അച്ഛൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടായിരുന്നൊരു ഫീൽ എന്തായിരുന്നു? സംസാരിക്കുമായിരുന്നു? എപ്പോഴും ഉണ്ടാവുമായിരുന്നു കൂടെ? സംസാരിക്കാറുണ്ടായിരുന്നു. എന്തായിരുന്നു അച്ഛൻ്റെ ഒരു വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടായിരുന്നു. പഴയതുപോലെ ഓടി നടക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ഓടി നടക്കാൻ പറ്റണം എന്നുള്ള വാശിയോട് കൂടിയിട്ട് അധികം മുന്നോട്ട് നീങ്ങി. പൂർണ്ണമായും ശരിയായിരുന്നില്ല? പിന്നെ പൂർണ്ണമായും ശരിയായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ പറഞ്ഞ പോലെ പിന്നീടാണ് ഈ നെഞ്ഞിൽ കഫക്കെട്ടൊക്കെ തുടങ്ങിയത്. അങ്ങനെയാണ്, ആ ആക്സിഡൻറ്റിൽ പറ്റിയതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പനി വരും, അസുഖം വരും. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് പിന്നീട് അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയാണ്? അത് എല്ലാ കാര്യത്തിലും അമ്മ ഒരു രാഷ്ട്രീയ കാര്യത്തിൽ ഇടപെടില്ല, എന്നാൽ വീട്ടുകാര്യത്തിൽ അച്ഛനും ഇടപെടില്ല. അങ്ങനെയായിരുന്നു ആ സിസ്റ്റം. ഒരു കാര്യം അമ്മ ശുപാർശ പറയില്ല, അച്ഛനും അങ്ങനെ തന്നെയാണ്. അമ്മയെ പോയി കണ്ടാൽ സീറ്റ് കിട്ടുമായിരുന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ പറയുന്നത്. അമ്മ അങ്ങനെ ആർക്കും വേണ്ടിയിട്ടും പറയില്ല. വീട്ടിൽ വരുന്നവരെയൊക്കെ ചായയും കാപ്പിയും കൊടുത്തിട്ടേ വിടാറുള്ളൂ. പണ്ട് കാലത്ത്, ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് അത്ര സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. പക്ഷേ വീട്ടിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നില്ലെങ്കിലും വരുന്ന അതിഥിക്ക് അമ്മ കൊടുക്കാറുണ്ട്. എപ്പോഴും തൃശ്ശൂർ തന്നെയായിരുന്നു. അതായത് 71 വരെ തൃശ്ശൂരായിരുന്നു. പിന്നെയാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. പിന്നെ തിരുവനന്തപുരം തന്നെയായിരുന്നു ഏകദേശം അവസാന കാലം വരെ. അതെ. എന്നിട്ടും അന്ന് പറഞ്ഞ അവർ തമ്മിലുള്ള ആ ഒരു ഇക്വേഷൻ എന്താണ് മനസ്സിലാക്കിയത്? അമ്മയും അച്ഛനും തമ്മിൽ? അമ്മയും അച്ഛനും നമ്മൾ ഏറ്റവും നല്ലതായിരുന്നു. അതാ പറഞ്ഞ അമ്മ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇടപെടില്ല, എന്നാൽ അച്ഛൻ്റെ ആരോഗ്യ കാര്യത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. പിന്നെ ഞങ്ങളെ വളർത്തിയെടുത്തത്. അന്നൊന്നും ഞാൻ പറഞ്ഞ ആദ്യഘട്ടത്തിലൊന്നും വീട്ടിൽ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണ്. പിന്നെ അന്നൊക്കെ ഈ ഇപ്പോൾ പലർക്കും ധാരണയുണ്ട് എൻ്റെ വെള്ളിക്കരണ്ടി ആയിട്ട് ജനിച്ചു. അതൊക്കെ നുണയാണത്. വീട്ടിലെ ഒരു കാലത്ത് ഞാനൊക്കെ ജനിക്കുന്ന കാലത്ത് വീട്ടിലെ സ്ഥിതി പോലും അത്ര മെച്ചമായിരുന്നില്ല. INTC തൊഴിലാളികളാണ് അവരുടെ ഒരു മാസത്തെ ശമ്പളം അച്ഛന് കൊടുത്തിരുന്നത്. അതെയോ? അന്ന് ഞാനൊക്കെ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന ആ കാലം നമ്മുടെയൊക്കെ ധാരണ കേരളത്തിൻ്റെ പകുതി സ്വത്തും കരുണാകരൻ്റെ എന്നൊക്കെ. പിന്നീട് എല്ലാ സ്വത്തും അദ്ദേഹത്തിൻ്റെ പേരിലാക്കി. അതുകൊണ്ട് അല്ല, അത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊരു വാടക വീട്ടിലാണ്. ഞാൻ ജനിച്ചപ്പോൾ വാടക വീട്ടിലാണ് ജനിച്ചത്. അതിൻ്റെ ഏറ്റവും രസം എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അച്ഛൻ 3 തവണ MLA ആയിരുന്നു. കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു, 2 തവണ തിരുകൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു. അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് അന്ന് പെൻഷനൊന്നും ഇല്ലല്ലോ. MLA ശമ്പളം MLA അല്ലാത്തപ്പോൾ ശമ്പളം പോയി. 57 അച്ഛൻ തൃശ്ശൂരിൽ നിന്ന് അന്ന് അച്ഛന് ഇലക്ഷൻ കാലത്താണ് ടൈഫോയിഡ് വരുന്നത്. ടൈഫോയിഡ് വന്നുകൊണ്ട് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ അന്ന് പരാജയപ്പെട്ടു ഡോക്ടർ AR മേനോട്. 960 അച്ഛന് സീറ്റ് കൊടുത്തില്ല. സീറ്റ് കൊടുക്കാതെ ധർമ്മരാജയ്യർക്ക് കൊടുത്തു. അതിൻ്റെ രസം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ധർമ്മരാജയ്യരാണ് കോൺഗ്രസ് വിട്ട 14 കേരള കോൺഗ്രസ് MLA-മാരുണ്ടായതിൽ ഒരാടി ധർമ്മരാജയ്യരാണ്. അത് അച്ഛനെ മാറ്റി കൊടുത്താ. മനസ്സിലായി. അവിടെ നിന്നാണ് പിന്നെ അച്ഛൻ. അതെ. പിന്നെയാണ് 65-ലാണ് മാളയിൽ കൊണ്ട് നിർത്തുന്നത്. അപ്പോൾ ഒന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പനമ്പള്ളി പറഞ്ഞൊരു കാര്യം അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. കരുണാകരൻ പോകുന്ന സ്ഥലത്ത് ഒരു കറുത്ത റോഡില്ല, ഒരു പെട്രോൾ പമ്പില്ല, ഒരു റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് ഒരു ബസ് സ്റ്റാൻഡ് പോലും ഇല്ലാത്ത നാട്ടിലേക്കാണ് പോകുന്നത്. മാള. അങ്ങനെയുള്ള മാളേനെയാണ് അത് ഏറ്റവും അധികം ഡെവലപ്പ് ചെയ്തെടുത്തത്. പിന്നെ നിയോജകമണ്ഡലത്തിൻ്റെ പുനഃക്രമീകരണം വന്നപ്പോൾ ആളൂർ പഞ്ചായത്ത് മാളയിൽ ചേർന്നു. അപ്പോൾ ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ,
അത് മാളയിലേക്ക് വന്നു. അച്ഛൻ പറഞ്ഞു പനമ്പള്ളി പറഞ്ഞാൽ പെട്രോൾ പമ്പ് ഉണ്ടാക്കി, കറുത്ത റോഡ് ഉണ്ടാക്കി, അതാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി. അല്ല, ഞാൻ ഈ അച്ഛൻ അമ്മയോടുള്ള ഇഷ്ടം ഈ അങ്ങയുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും അമ്മയുടെ അഭിപ്രായം അദ്ദേഹം സ്വീകരിക്കാറുണ്ടായിരുന്നു. രാഷ്ട്രീയം അമ്മ പറയാറില്ല, പക്ഷേ കുടുംബകാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അതാണല്ലോ അച്ഛൻ്റെ, സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ഒരു എന്താ താഴോട്ടുള്ള പോക്കിൻ്റെ പ്രധാന കാരണം അമ്മയുടെ മരണം തന്നെയാണ്. ആണല്ലേ? അമ്മ എങ്ങനെ നേരത്തെ മരിക്കാൻ കാര്യം? അമ്മയ്ക്ക് മുമ്പ് ഇവിടെ തിരുവനന്തപുരത്ത് ജോലി ചെയ്ത കാലത്ത് TB ബാധിച്ചിരുന്നു. അമ്മ ജോലി ഉണ്ടായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് ജോലി ഉണ്ടായിരുന്നു. അമ്മ ഗ്രാജുവേറ്റാണ്. ഓ ശരി. അങ്ങനെ TB ബാധിച്ച് ആ ലെൻസിനെ ബാധിച്ചു. ലെൻസിനെ ബാധിച്ച് അതിൻ്റെ ഒരു ക്ഷതം അതിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ബൈപ്പാസ് സർജറി വേണ്ടി വന്നല്ലോ 92-ൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു കാരണം, ഇതിൻ്റെ ഒരു അവസ്ഥ കാരണം ശ്വാസം തിരിച്ച് എടുക്കാൻ പറ്റുന്നില്ല. വെന്റിലേറ്ററിന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെയാണ് മരണപ്പെടുന്നത്. അത് അച്ഛനെ വല്ലാതെ തളർത്തി. കാരണം വീട്ടിൽ വരുമ്പോൾ വല്ലാത്തൊരു ശൂന്യത അച്ഛൻ അനുഭവപ്പെടാൻ തുടങ്ങി. അത് വല്ലാത്തൊരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഏതാ ഞാൻ ഈ PJ കുര്യൻ സാറിനെ വിളിക്കുമ്പോഴേ അദ്ദേഹം ഇപ്പം അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി അതാണ്. തീർച്ചയായിട്ടും മരിച്ചുപോയി. ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, രാഷ്ട്രീയത്തിൽ റോളൊന്നുമില്ല, വലിയ പദവിയിൽ ഇരുന്ന ആളാണ്. അതെ. അപ്പോൾ ഒരു ശൂന്യത അത് പിന്നെ തീർച്ചയായും, പ്രത്യേകിച്ച് ഈ സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. ഭാര്യയ്ക്ക് വല്ലതും സംഭവിച്ചാൽ ഭർത്താവിനും വല്ലതും സംഭവിച്ചാൽ ഭാര്യയ്ക്കും. സ്നേഹമുള്ളവരാണെങ്കിൽ കേട്ടോ, അല്ലാത്തവർക്ക് കുഴപ്പമില്ല. അത് വല്ലാത്തൊരു ശൂന്യതയാണ് ഉണ്ടാക്കുക. ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മലയാള മനോരമയുടെ ഒരു KM മാത്യു ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വൈഫ് മരിച്ച് സ്ഥിതി ഞാൻ എൻ്റെ അച്ഛൻ്റെ കണ്ടതാണ്, അപ്പോൾ അങ്ങേക്ക് ഉണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്ന് എനിക്കറിയാം. അദ്ദേഹം പറഞ്ഞു യു ആർ ഫുള്ളി കറക്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞ് വായിക്കാൻ ഓർക്കുക. അതാണ് ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ള ഭർത്താക്കന്മാർക്കും അതുപോലെ ഭർത്താക്കന്മാർ മരിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ള ഭാര്യമാർക്കും ഇന്നത്തെ അവസ്ഥ വളരെ ഒരു ദുഃഖകരം തന്നെയാണ്. കാരണം മക്കൾക്ക് നോക്കാൻ പരിമിതി ഉണ്ടാവുമല്ലോ, അവർക്ക് അവരുടെ കാര്യങ്ങളില്ലേ, അവർക്ക് ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങയുടെ കുടുംബത്തിലേക്ക് വന്നാൽ പിള്ളേരെന്ത് ചെയ്യുന്നു? 2 മക്കളുണ്ട്. മൂത്ത ആൾക്ക് ഗൾഫിൽ ബിസിനസ്സാണ്, രണ്ടാമത്തെ ആൾ കോഴിക്കോട് ബിസിനസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൊടുക്കും. അവനും കല്യാണം കഴിച്ച് 2 മക്കളായി. മൂത്തവനും കല്യാണം കഴിച്ച് ഒരു മോളുണ്ട്. അപ്പോൾ അങ്ങും ഭാര്യയും തിരുവനന്തപുരത്ത്, ഞങ്ങൾ 2 തിരുവനന്തപുരത്ത്. വടകരത്തേക്ക് MP ആയി പോയി. ഇപ്പോൾ അവിടെ വാടകയായിരുന്നോ താമസം? അല്ല, വടകരയിൽ വാടകയ്ക്ക് ഓഫീസായിരുന്നു, താമസം ഞാൻ കോഴിക്കോടായിരുന്നു, എൻ്റെ വീട്ടിലായിരുന്നു. കോഴിക്കോട് വീടുണ്ടല്ലോ, ഡെയിലി പോയിട്ട് വരിക. ഓക്കെ. കോഴിക്കോട് വീട്ടിൽ ആരാ ഇപ്പോൾ ഉള്ളത്? കോഴിക്കോട് വീട്ടിൽ എൻ്റെ രണ്ടാമത്തെ മകനും ഭാര്യ, അവരെ 2 മക്കൾ. ഇപ്പോൾ രണ്ടാമത്തെ ഒരാളായി ഇലക്ഷൻ കാലത്തിന് മുമ്പ്. ഓക്കെ. അപ്പോൾ അവരവിടെയാണ്. മൂത്ത ആൾ ഗൾഫിലാണ്. തിരുവനന്തപുരത്താണ് നമ്മൾ അല്ലെങ്കിൽ പൊതുവെ താമസം? ഞാനും വൈഫും തിരുവനന്തപുരത്ത് താമസം. അങ്ങനെയായിരുന്നു. ഇനിയപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും? തിരുവനന്തപുരത്തിന്. മകന് കോഴിക്കോട് കൊടുത്തു. അതെ. അപ്പം നമ്മൾ ഇൻ്റർവ്യൂ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഈ വട്ടിയൂർക്കാവിൽ അങ്ങയെ തിരഞ്ഞെടുത്താൽ ഇനി അങ്ങ് എന്താണ് ആ നാട്ടിൽ? അതായത് ഇനി അവിടെ ചെയ്യാൻ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ. ഒന്ന്, UDFൻ്റെ കാലത്താണ് അവിടുത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നത്. അതിന് മെഡിക്കൽ കൗൺസിലിന് അംഗീകാരം കിട്ടിയത്. ഏതായത്? അല്ല, ജനറൽ ആശുപത്രിയുടെ തൊട്ടടുത്ത്. അത് ഉദ്ഘാടനം കഴിഞ്ഞാണ്. മെഡിക്കൽ കോളേജായിട്ട് അതിന് അപ്രൂവൽ കിട്ടി, മെഡിക്കൽ കൗൺസിലിൻ്റെ അപ്രൂവൽ കിട്ടി. പിന്നെ ജനറൽ ആശുപത്രി തന്നെ ആയിരിക്കും മെഡിക്കൽ കോളേജ് ആക്കുന്നത്. അതിൻ്റെ സൈഡ് പുതിയ കെട്ടിടം പണിതു. എന്നിട്ട് 100 സീറ്റ് സാങ്ഷനാക്കി. എന്നിട്ടോ അത് പിണറായി വന്ന് പൂട്ടി. അന്നേരം CPM ഞങ്ങളിത് വന്നാൽ പൂട്ടിക്കുന്നു. അവർ പറഞ്ഞാൽ സിറ്റിയിൽ രണ്ടാമതൊന്നും വേണ്ടാന്ന്. അതൊന്നും ആലോചിച്ചോ, വല്ല കാര്യമുണ്ടോ? അപ്പോൾ അന്ന് രമേശ് ചെന്നിത്തല അന്ന് ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു കൂടുതൽ മെഡിക്കൽ കോളേജ് വരട്ടെ. അതല്ലേ നല്ലത്. പിന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ ഇവിടെ മറ്റേ മെഡിക്കൽ കോളേജിൽ രോഗികളെ താങ്ങാൻ കഴിയുന്നുണ്ടോ? ഒരിക്കലും പറ്റുന്നില്ല, തീരെ പറ്റുന്നില്ല. നേരത്തെ 2ാമത്തെ മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ലല്ലോ, എത്ര ഭംഗിയായിട്ട് കൊണ്ടുപോയിരുന്നു. വല്ലാത്ത കഷ്ടമായിപ്പോയി. അപ്പോൾ അത് ഞങ്ങൾ 2ാമത് പുനരാരംഭിക്കും വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെയാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം. ഈ പേർക്കട ജനറൽ ആശുപത്രിയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളന്ന് ജില്ലാ ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ചു, അത് ജില്ലാ പഞ്ചായത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അന്ന് കുറച്ച് കെട്ടിടവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാര്യമായിട്ട് ഡെവലപ്മെൻറ്റ് വേണം. ശരി, അടുത്ത എന്താ പറഞ്ഞേ?
അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, ആ ജംഗ്ഷൻ വികസനം പഴയ അലൈൻമെൻറ്റിൽ നിന്ന് മാറ്റിയിപ്പോൾ. ഉം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ പള്ളിയുടെ ഒരു ഭാഗവും കൊണ്ടുപോവാണ്, അമ്പലത്തിൻ്റെ മതിലും പൊളിക്കേണ്ടി വന്നു. പേരുക്കടയിലൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അതിൻ്റെ കിണറും കൊണ്ടുപോവാണ്. ഞാൻ ആദ്യത്തെ എൻ്റെ അലൈൻമെൻറ്റ്, ഞങ്ങൾ തയ്യാറാക്കിയ അലൈൻമെൻറ്റിൽ ഇതിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. മനസ്സിലായി. അമ്പലത്തിനെയും ബാധിക്കില്ല, പള്ളീനെയും ബാധിക്കില്ല, മറ്റേ മോസ്കിനെയും ബാധിക്കില്ല. പക്ഷേ ഇത് വരുമെന്ന് പ്ലാൻ മാറ്റി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ആ പഴയ അലൈൻമെൻ്റ് അനുസരിച്ചിട്ടുള്ള വർക്ക് പൂർത്തിയാക്കും. രണ്ടാമത്തത് അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ പൊതുവായിട്ടുള്ളൊരു മെട്രോ സർവീസ്, ഞങ്ങൾ അന്ന് ആദ്യത്തെ ഒരു എല്ലാ പ്ലാനും തയ്യാറാക്കിയത്, അന്ന് ഡോക്ടർ ശ്രീധരനായിരുന്നു ആ പ്ലാൻ തയ്യാറാക്കിയത്. ഇവരൊന്ന് ക്യാൻസൽ ചെയ്തു. അത് വേണം, നമുക്കൊരു മെട്രോ വേണം, തലസ്ഥാനത്ത് മെട്രോ വേണം. നമ്മളന്ന് പള്ളിപ്പുറത്ത് നിന്ന് ആരംഭിച്ച് പട്ടം വഴി ഒരു കരവന വഴിക്കാണ് ആദ്യത്തെ റൂട്ട് ഇട്ടിരുന്നത്. ഇവരൊന്ന് ക്യാൻസൽ ചെയ്തു. ഇതിൻ്റെ ഇലക്ഷൻ എടുക്കാനായപ്പോൾ ഒരു പ്ലാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കി. അതൊരു ബന്ധവുമില്ല. അതെന്ന് ശ്രീധരൻ തന്നെ പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള ചില പദ്ധതികളാണുള്ളത്. തീർച്ചയായിട്ടും. നമ്മൾ ഈ ശബരിമലയെക്കുറിച്ച് പറഞ്ഞില്ല, ഈ ശബരിമലയിലെ മോഷണം, ഇത് ഈ UDF വേണ്ടതുപോലെ ചർച്ചയാക്കാത്ത എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ? അല്ല, ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നല്ല സജീവമായിരുന്നു. പിന്നെ ഇത്തവണയും ചർച്ചയാക്കുന്നുണ്ട്. അത് ഞാൻ പറയാം, ഈ സ്വർണം കട്ട കള്ളന്മാരൊക്കെ ജയിലിൽ നിന്ന് പുറത്തു പോയി. ഇപ്പോൾ ഹൈക്കോടതി പറയുന്നുണ്ട് കേസ് ഭംഗിയായിട്ട് നടന്നോളുന്നു. എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ ഒന്നും കാണാനുമില്ല. അല്ല, കട്ട കള്ളന്മാരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി, പിന്നെ ഇനി ആരെ പിടിക്കാനാ? അപ്പോൾ UDF വന്നാൽ അക്കാര്യത്തിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഞങ്ങൾ അന്വേഷിക്കും. സ്വർണം കട്ടവന്മാരെ ഞങ്ങൾ വിടില്ല, ഒരു സംശയവും അക്കാര്യത്തില്ല. ശരിക്കും പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അന്ന് മുതൽ ഇങ്ങനെ ഓരോ തോന്നിയാസങ്ങൾ കാണിച്ച് ഇപ്പം ആദ്യം യുവതീ പ്രവേശനം പെട്ടെന്ന് അത് പുരുഷ വേഷം കെട്ടിച്ചു, സ്ത്രീകളാണ് പറയുന്ന കുറേ പേരെ കൊണ്ടുപോവാണ്. അത് പുരുഷ വേഷം കെട്ടിച്ചു കൊണ്ടുപോവാണ്. എന്നിട്ട് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ആചാരം ലംഘിച്ചു. അതൊക്കെ ജനങ്ങൾ മറക്കുമോ? അയ്യപ്പ സംഗമം നടത്തി, എത്ര കോടി ചിലവാക്കി? ആകെ എത്ര പേര് പങ്കെടുത്തു? എന്നിട്ട് പറഞ്ഞ് 10,000 പേര് എന്ന് പറഞ്ഞിട്ട് ആകെ 600 ഇഷ്ടം പേരാണ് പങ്കെടുത്തത്. മുഖ്യമന്ത്രി പോയപ്പോൾ ആ കസാലി ഒഴിഞ്ഞു. 5,000 പേര് ഭക്ഷണം കഴിച്ചു എന്ന് കളരേഖ ഉണ്ടാക്കി. എത്ര കോടി ചിലവാക്കിയതിനൊക്കെ ആവശ്യമില്ല. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമോ നിങ്ങൾ? അന്വേഷണം നടത്തി ഇതിനൊക്കെ കുറ്റം ചെയ്തവരെ ഞങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരിക്കും. സ്വർണം വീണ്ടെടുക്കും, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. കാരണം പലപ്പോഴും ഈ ഇതൊക്കെ പറയാറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ സമയമാകുമ്പോൾ ഇലക്ഷനായി കഴിയുമ്പോൾ ഇവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലങ്ങ് പോകും. അതൊരിക്കലും ഉണ്ടാവില്ല. ഈ ശബരിമലയുടെ കാര്യത്തിൽ കോംപ്രമൈസും ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ഇലക്ഷനിൽ ഏറ്റവും ഏൽക്കാൻ പോകുന്ന അയ്യപ്പൻ്റെ ശാപമാണ്. അത് തീർച്ചയായും ഉണ്ടാവും അല്ലേ? അതെ, പിന്നെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നല്ലേ ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ ഞാൻ പറയാം, കഴിഞ്ഞ തവണ ഈ സുധാകരൻ്റെ ഇഷ്യൂ വന്നല്ലോ, അദ്ദേഹത്തിനെ ചെറ്റാന്ന് വിളിച്ച്. അത് 2 പ്രമുഖ ചാനലുകളിൽ ഒരു PR വർക്കിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഇൻ്റർവ്യൂ ആയിരുന്നു. മലയാള മനോരമയിലും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ്. കാരണം അതിനെക്കുറിച്ച് UDFന് ആക്ഷേപം പറയാൻ പറ്റില്ലല്ലോ. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂവിലാണ് അവസാനം അതൊക്കെ ശാവാണ്. ഇല്ല, ഇപ്പോഴും ആ പ്രസംഗത്തിനിടെ ചാടി പറഞ്ഞില്ലേ വീട്ടിൽ പോയി പറയാം. അതാ ഞാൻ പറഞ്ഞത്. PR എല്ലാം പോയിന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് എന്തോ ഒരു സമനില തെറ്റിയ പോലെയാണ്. ഞാൻ പറയാറുണ്ട്, എങ്ങനെയാണ് കഴിച്ചും ഇനി ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങാണ്ടിരിക്കാനുള്ള എല്ലാ പണിയും കളിച്ചു നോക്കി, പക്ഷെ അതൊന്നും കേൾക്കില്ല. പിണറായി വിജയനുമായിട്ട് വ്യക്തിപരമായി എന്താണ് ബന്ധം? വ്യക്തിപരമായിട്ട് ഞാൻ കാണും, വർത്തമാനം പറയാറൊക്കെ ഉണ്ട്, ബന്ധമുണ്ട്. വലിയ പേഴ്സണൽ ബന്ധമില്ല, അങ്ങനെ ബന്ധമൊന്നുമില്ല. കാണും, എന്താണ് പിണറായി വിജയനെ കുറിച്ചൊരു അഭിപ്രായം എന്താണ്? അല്ല, അദ്ദേഹത്തിൻ്റെ ഞാൻ കണ്ടൊരു ദോഷം, ഇപ്പോൾ എല്ലാവരും മികച്ച അഡ്മിനിസ്ട്രേറ്റർമാരാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ പിതാവ് മന്ത്രിയായി മുഖ്യമന്ത്രിയായിട്ടൊക്കെ പോയല്ലോ. അദ്ദേഹം ഈ ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയില്ല. അവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം മുഖം കൊടുത്തിരുന്നു. അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം പലപ്പോഴും അദ്ദേഹം തന്നെ കുഴപ്പത്തിൽ പോയി ചാരക്കേസ് ഉൾപ്പെടെ അവസാനമാണ് ചാരക്കേസ്, ആദ്യം രാജ കേസ്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിന് വിശ്വാസത്തിലെടുക്കുകയാണ്. പക്ഷേ ഞാൻ അതിലിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ ആദ്യത്തെ തവണ അദ്ദേഹം മുഖ്യമന്ത്രിയായല്ലോ 77, അപ്പോഴാണല്ലോ രാജൻ കേസ് വരുന്നത്. അന്ന് അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ് പതിവില്ലാതെ ഞങ്ങളോടൊക്കെ കാര്യം ചർച്ച ചെയ്തു. അദ്ദേഹം എൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാറില്ല. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വേണമെങ്കിൽ രക്ഷപ്പെടാം, കാരണം ഞാൻ മന്ത്രി മാത്രമാണ്, എനിക്ക് റിപ്പോർട്ട് തന്നനുസരിച്ചാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് 2-3 ഉദ്യോഗസ്ഥന്മാരെ ബലി കൊടുക്കാം.
പക്ഷേ പിന്നീട് ഞാൻ പറയുന്ന ഒരു കാര്യം അവർ ചെയ്യില്ല. കാരണം അവർക്ക് എന്നിൽ വിശ്വാസം നഷ്ടപ്പെടും. ഇപ്പോഴും ഞാൻ രാജിവെച്ചാൽ ഭാവിയിലെങ്കിലും ഇത് പ്രയോജനപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് അത് എന്ത് പറഞ്ഞാലും ഉദ്യോഗസ്ഥന്മാർ അതേപടി കേൾക്കും, ഒരു സംശയം ഉണ്ടായില്ല. അതേപോലെ ഒരാളെ തട്ടാൻ പറഞ്ഞാൽ അത് തട്ടാൻ ധൈര്യമുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. കാരണം അവരെന്താ പറയുന്നത്? അവർ പറഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കും, പിന്നെ ഞങ്ങൾക്ക് എന്തിനാ അദ്ദേഹം പറയുന്ന ഉത്തരവുകളെ എന്തിനാണ് ഞങ്ങൾ മാനിക്കാതിരിക്കുന്നത്? ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ എന്തും കേൾക്കും. ആ അവസ്ഥയിലേക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കാലമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആരും വിശ്വാസമില്ല. സ്വന്തം കാര്യം അങ്ങ് അടിച്ചേൽപ്പിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് സാർ ഇന്ന തെറ്റുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. എന്താണോ മുഖ്യമന്ത്രിയുടെ ഇഷ്ടം അതനുസരിച്ച് അവർ മൂളിക്കൊടുക്കും. അവസാനം മുഖ്യമന്ത്രി കുഴിയിൽ ചാടും. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് കെ കരുണാകരനും പിണറായിയുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. എങ്കിലും അവർക്ക് ഭയങ്കര ആത്മവിശ്വാസം വീണ്ടും അധികാരത്തിൽ വരും. ഇല്ല, അത് ഒരു കാരണവശാലും ഉണ്ടാവില്ല. മാത്രമേ പഴയതുപോലെയല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ അവരുടെയൊക്കെ കണക്കുകൾ കൃത്യമായിരുന്നു. ഇന്ന് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ ജയിക്കുമെന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ദയനീയമായിട്ടാണ് തോൽക്കുന്നത്. അപ്പോൾ സ്ഥിതി അവർക്ക് വളരെ മോശമാണ്. ഇത്തവണ അവർക്ക് നല്ല തിരിച്ചടി ഉണ്ടാവും. എന്തായാലും എല്ലാവിധ ആശംസകളും താങ്ക് യു പ്രാർത്ഥനകളും ഒപ്പം ഉണ്ടാവും. ശരി, താങ്ക് യു. നമസ്കാരം.